هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن الكريم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة روح نبينا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات أصحابه البدريين والأحديين والخندقيين والتبوقيين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات سائر أولياء الله تعالى كلهم أجمعين الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഉംറ എന്നുള്ള ആ ഒരു പവിത്രമായ കർമ്മത്തിലേക്ക് നമ്മളെല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടും നിലവിൽ എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തോടെ പരിശുദ്ധമായ ഉംറ ചെയ്യാൻ, ഒരുപാട് മഹാന്മാരുടെ മസാറുകളൊക്കെ സിയാറകൾ ചെയ്യാനും അല്ലാഹ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരു സംഘം പോലെ, ഒരു കുടുംബം പോലെ നമുക്കെല്ലാവർക്കും പവിത്രമായ അള്ളാഹിന്റെ ഇരു ഹറമുകളിലും ചെന്നുകൊണ്ട് അവിടുന്നൊക്കെ ധാരാളം അമലുകൾ ചെയ്യാനും ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് അവിടെ സിയാറകൾ ചെയ്യാനൊക്കെ അള്ളാഹ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പടച്ചവനെ എനിക്ക് തരണേന്നല്ല, അല്ലാഹ് എൻ്റെ കൂടെ എന്നെപ്പോലെ ആഗ്രഹിച്ച ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്. എല്ലാവരും നമ്മൾ എങ്ങനെയാണോ പരിശുദ്ധ ഉംറയെ കാണുന്നത്, എങ്ങനെയാണോ നമ്മൾ അതിനെ ഒരു വലിയ അമൂല്യമായ ഒന്നായി കാണുന്നത്, ആ രീതിയിലാണ് നമ്മുടെ കൂടെയുള്ള ഓരോ ഉമ്മാരും ഉപ്പാരും കാണുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താണ് അതിനുള്ള തൗഫീഖ് വേണം. അപ്പൊ റബ്ബിനോട് പറയാ, പഠിച്ചവനെ ഞങ്ങളെ കൂടെ ഞങ്ങളൊരു കുടുംബമായി അള്ളാഹിന്റെ ഹറമിലേക്ക്, നിന്റെ ഹറമിലേക്ക് വരാൻ തയ്യാറായ ഞങ്ങളെ കൂടെയുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം കൊടുക്കണേ അല്ലാ, നല്ല റാഹത്ത് കൊടുക്കണേ എന്ന് നമ്മൾ ഓരോ ദുആനും വേണം. പഠിച്ചവൻ എൻ്റെ കാര്യം റാഹത്തിലാക്കണേ എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യം കൂടുതൽ എളുപ്പത്തിലാക്കുമെന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം. അള്ളാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഉംറ എന്നുള്ളത്, യാഥാർത്ഥ്യത്തിൽ ഉംറ എന്നുള്ളത് സാമ്പത്തികമുണ്ട് എന്നുള്ളത് കൊണ്ട് സാധ്യമാവുന്ന ഒന്നാണോ? അല്ല. എന്നാൽ ആരോഗ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് സാധ്യമാവുന്ന ഒന്നാണോ? അല്ല. എല്ലാത്തിനും തൗഫീഖ് എന്നുള്ളത് വലിയ അത്യാവശ്യമായ ഒരു കാര്യമാണ്. സാമ്പത്തികമുണ്ട്, ഒരാൾക്ക് ആരോഗ്യമുണ്ട്, പക്ഷേ അദ്ദേഹം പരിശുദ്ധമായ അള്ളാഹിന്റെ ഹറമിലേക്ക് എത്താൻ ചാൻസ് വളരെ കുറവാ, തൗഫീഖ് ഇല്ല എങ്കിൽ.
ഒരുപാട് പേരുണ്ട്. നിങ്ങൾ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ട്. സാമ്പത്തികം ഉണ്ടാവും, ഉംറയ്ക്ക് പോകുന്നില്ല ഹബീബി കേൾക്കുമ്പം അവർ പറയും, എൻ്റെ അനുഭവത്തിലുള്ള പലരുമുണ്ട്, അവർ പറയും ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി കഴിയട്ടെ. ഈ അടുത്തും കൂടി എന്നോട് സുഹൃത്ത് പറഞ്ഞ ഞാൻ ഓർക്കാണ്, ഹബീബി നമുക്ക് ഉംറയ്ക്ക് പോകണ്ടേ, വേറെ ബാധ്യതകളൊന്നുമില്ല. അവൻ പറഞ്ഞത് കുറച്ചും കൂടി കഴിയട്ടെ, ഒന്നും കൂടി ശരിയാവാണ്ട്. എന്ന് ശരിയാവുന്നു? മനസ്സിലായില്ലേ? എന്താ കാരണം അറിയോ? തൗഫീഖ് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സാമ്പത്തികം ഇല്ല, ആരോഗ്യം കുറവുണ്ട്, എന്നാൽ പോലും അള്ളാന്റെ ഹറമിലേക്ക് എത്താൻ കഴിയും തൗഫീഖ് ഉള്ളവന് എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. എന്താ ചോദിച്ചാല്, എൻ്റെ നമ്മളെ ഹസനയുടെ കഴിഞ്ഞൊരു 4 ബാച്ച് മുമ്പ് പോയ ഒരു ഉമ്മയെ കുറിച്ച് ഞാൻ ഇന്നും ഓർക്കുകയാണ്. നിങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ കഴിയും, ഒരു പ്രായമുള്ള ഉമ്മാക്ക് നടക്കാൻ തന്നെ ഉമ്മാക്ക് വീൽ ചെയറിലായിരുന്നു, ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഉമ്മ പരിശുദ്ധമായ ഉംറയ്ക്ക് മക്കളെ കൂടെ വന്നു എന്ന് മാത്രമല്ല, ആ ഉമ്മ കഴിയുന്നത്ര ഉംറകൾ പങ്കെടുക്കുന്നു. അതിലുപരി ആ ഉമ്മ ജബലുൻ നൂറ് പരിപൂർണമായി കയറി ഹിറാ ഗുഹയിലെത്തി. എല്ലാം കഴിഞ്ഞ് സന്തോഷവതിയായി തിരിച്ചു വരുമ്പോ ആ ഉമ്മ വല്ലാത്ത സന്തോഷം. ഉമ്മാന്റെ കൈ ഇതുപോലെ ദമാമായി പോയതാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഏതായാലും ആ ഉമ്മ സാമ്പത്തികം കൊണ്ട് ഉണ്ടായിട്ടല്ല, എന്നാല് ആ ഉമ്മാക്ക് ആരോഗ്യം കൊണ്ട്, ഞാൻ പറഞ്ഞു, വീൽ ചെയറിലായിരുന്നു പലപ്പോഴും, മക്കളെ സഹായത്തോടെ ആണ് എങ്കിലും പരിശുദ്ധമായ ജബലുന്നൂർ കയറാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇവിടെയൊക്കെ എന്താണ്, തൗഫീഖ് എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ റബ്ബിനോട് പടച്ചവനെ തൗഫീഖ് നൽകണേ അള്ളാഹുവെ തൗഫീഖ് നൽകണേ എന്ന് എപ്പോഴും നമ്മുടെ ദുആ ഉണ്ടാവണം. അള്ളാഹ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇനി നമുക്കെല്ലാവർക്കും ഉംറയ്ക്ക് ഒരു അവസരം കിട്ടി. അപ്പൊ എൻ്റെ റബ്ബ് എന്നോട് എന്തോ ഒരു മഹബത്ത് കൊണ്ട് എനിക്ക് തന്നൊരു അമൂല്യമായ ഒന്നാണെന്ന് അങ്ങനെയും വിചാരിക്കാനായിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും നമുക്ക് വലിയ പരീക്ഷണം കൂടെയാണ്. അള്ളാന്റെ ഹറമിലേക്ക് പോവാൻ വേണ്ടി അവസരം കിട്ടാതെ കൊതിച്ച് നടക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ആ ഒരു സഭയിൽ വെച്ചുകൊണ്ട്, ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തുവെങ്കിൽ, അള്ളാഹ് നമുക്ക് തന്ന ഒരു അമൂല്യമായ അവസരം അത് നീ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതും കൂടെ അവിടെയും കൂടെ റബ്ബിന്റെ ഒരു പരീക്ഷണം കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹ് തന്ന അനുഗ്രഹം അത് മാക്സിമം അതിൻ്റെതായ പരിപൂർണതയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നമ്മെല്ലാവരും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാശി വേണം. ഇൻഷാ അല്ലാഹ് ഞാൻ പോയി കഴിഞ്ഞാൽ കഴിയുന്നത്ര സ്ഥലങ്ങൾ കാണാൻ ഞാൻ മാക്സിമം എൻ്റെ ആരോഗ്യം അതിനുവേണ്ടി ചെലവഴിക്കും എന്നൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഉംറ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതേ സമയത്ത് നമുക്ക് തന്നെ ഓരോ ഫാമിലി നമ്മുടെ കൂടെ വരുന്നതിൽ കാണാറുണ്ട്. പലപ്പോഴും കുടുംബമായി കൂടുതൽ കുടുംബങ്ങളായി വരുന്ന പല ഫാമിലികളിലും അവര് പല സ്ഥലങ്ങളും നമ്മൾ ഉംറക്കെത്തി അവിടെ എത്തി 2-3 ദിവസം കഴിഞ്ഞാൽ അവരെ കാണാൻ ഫാമിലികൾ ഒരുപാട് പേര് വിസിറ്റേഴ്സ് വരികയാണ്. ആ സമയത്തായിരിക്കും നമുക്ക് പരിശുദ്ധമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാം. അപ്പൊ അവർ പറയും, ഉസ്താദ് ഞങ്ങൾ കുടുംബക്കാർ വന്നിട്ടുണ്ട്, ഞങ്ങൾ അടുത്തതിൽ വരാം. കുഴപ്പമില്ല. പക്ഷേ അള്ളാന്റെ ഹറം വരെ എത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവിടെയൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാന്റെ ഹറമിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് ഒരു അമല് ചെയ്താൽ 1,00,000 അമല് ചെയ്ത കൂലിയാണ്. അതേ സമയത്ത് നമ്മുടെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംഭവിച്ചാലോ അതേപോലെ ശിക്ഷയുണ്ട്. പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ കയ്യിലേക്ക് വന്ന അമൂല്യമായ ഒരു അവസരത്തെ അത് വളരെയധികം വൃത്തിയോടെ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുമെന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നമ്മളെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ആവുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് അവിടെ എത്താൻ എല്ലാം ചെയ്യാൻ തൗഫീഖ് ഉണ്ടാവാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ തൗഫീഖ് എന്ന് പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മൾ ഉംറ ക്ലാസ്സിലെ എത്തിയിട്ടുള്ളൂ അല്ലെ? ഇനി അങ്ങോട്ട് ദിവസങ്ങൾ ബാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞൊരു ഉംറയിൽ ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെ ഉംറയ്ക്ക് പോകാൻ വേണ്ടി ഒരു ഫാമിലിയിൽ നിന്ന് 5 പേര് തയ്യാറായി. എല്ലാ നിലക്കും റെഡിയായി പോകുന്നതിന് മുമ്പത്തെ ദിവസം ആ ഫാമിലിയിൽപ്പെട്ട ഉപ്പ എന്നോട് വിളിച്ചു പറയാണ്, ഉസ്താദേ നമ്മ കൂടെയുള്ള ഒരു ഇത്താത്താന്റെ ഒരു മോനക്ക് ആക്സിഡന്റ് ആയി, അവരിപ്പം കിടപ്പിലാണ്. ചിന്തിച്ചു നോക്കി,
അള്ളാന്റെ ഹറമിലേക്ക് പോകാൻ വേണ്ടി വഴികളിലേക്ക് എല്ലാം റെഡിയാക്കി, സാമ്പത്തികം അടച്ചു, വിസ വരെ അടിച്ചു. എന്നിട്ടുള്ള അവസ്ഥയാണ് എന്തായി, പോകുന്ന ദിവസമായപ്പോ ആക്സിഡന്റ് പറ്റി കിടപ്പിലായി. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു റബ്ബിനോട് നല്ല ദ്വാരക്കണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. കയറും. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട എൻ്റെ ഉപ്പ. ഇതറിയുന്നവർക്കറിയാം, പ്രിയപ്പെട്ട ഉപ്പ ഒരുപാട് കാലം പരിശുദ്ധ ഉംറ ആഗ്രഹിച്ച് ഒരുപാട് പേരെ കാണുമ്പോഴൊക്കെ ദുആ ചെയ്യും. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ ഉപ്പ ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ സമയത്തും അല്ലാഹുവേ നിന്റെ ഹറമിലേക്ക് ഒന്ന് എത്തിക്കണേ എന്ന് ആത്മാർത്ഥമായി ഉപ്പ പലപ്പോഴും ദുആ ചെയ്യുന്നത് നമ്മൾ തന്നെ കേട്ട ഓർമ്മയുണ്ട് വളരെ ചെറുപ്പം മുതലേ. അങ്ങനെ ഉപ്പയുടെ കാലം ഇങ്ങനെ വാർദ്ധക്യത്തിൽ എത്തിയപ്പോ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉപ്പാക്ക് പരിശുദ്ധമായ ഉംറയ്ക്കൊരു അവസരം വന്നു. ആ ഉംറയ്ക്കൊരു അവസരം വന്നു എന്ന് മാത്രമല്ല, ആ അവസരം വന്ന അന്നു മുതൽ പിന്നീട് ഉപ്പ കാണുന്ന ചെറിയ ഓരോ കുട്ടികളോടും പറയുമായിരുന്നു, മോനെ ഞാൻ ഉംറയ്ക്ക് പോകട്ടാ, നിങ്ങൾ ദ്വാരക്കണേ. നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ, അയ്യാപ്പൊ ചെറിയ കുട്ടിയല്ലേ, അവരോടൊക്കെ പറയേണ്ട ആവശ്യം എന്താ, നമുക്കൊരു താവാൻ കുറച്ച് കഷ്ടപ്പാടാവും അല്ലെ. ഏതായാലും ഉപ്പ പലപ്പോഴും എന്തു പറയുമായിരുന്നു, കാണുന്ന എല്ലാവരോടും യാത്ര പറയുമായിരുന്നു, ഞാൻ പരിശുദ്ധമായ ഉംറയ്ക്ക് പോവാണ്, നിങ്ങൾ ദുആ ചെയ്യണം ട്ടാ. അങ്ങനെ ഉണ്ടായിരുന്ന ഉപ്പ ഉംറയുടെ 6 ദിവസം മുമ്പാണ് ഉപ്പാക്ക് പ്രഭാത സമയമായപ്പോ ഒരു വേദന വരുന്നത്. അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ തന്നെ അയൽവാസിയായ ഒരു സുഹൃത്ത് ഉംറ കഴിഞ്ഞ് വന്നപ്പോ ആ സുഹൃത്ത് വന്ന സമയത്ത് അദ്ദേഹത്തോട് പോയി പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയൊക്കെയുണ്ട് അള്ളാഹുവിന്റെ ഹറമിലെ അവസ്ഥകൾ എല്ലാം ചോദിച്ചറിയാം. കിതാബോധി ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന് പോയി പ്രാക്ടിക്കൽ പരിചയമില്ലല്ലോ. അദ്ദേഹം എല്ലാം ചോദിച്ചറിഞ്ഞു. ശേഷം ആ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ ഹറമിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഉംറ വസ്ത്രമല്ലേ, അതൊന്നും എനിക്ക് തരുമോ? പുതിയ വസ്ത്രമില്ലാത്ത കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഹറമിൽ ഒരു തവണ ഉപയോഗിച്ച വസ്ത്രത്തിനൊരു മഹത്വമുണ്ട്, ആ വസ്ത്രം ഒന്ന് എനിക്ക് തരണേന്ന് ആ ഒരു മഹത്വമുള്ള വസ്ത്രത്തെ വരെ ബുക്ക് ചെയ്തിരുന്നു. അടുത്ത ദിവസം പ്രഭാതം 3 മണിയായപ്പോ ഉപ്പാക്ക് വേദന ഇളകി കൊണ്ടുപോയി മഞ്ചേരി മാനു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മാനു ഹോസ്പിറ്റലിൽ പോകുന്ന വഴി കിടങ്ങണിയിൽ എത്തിയപ്പോഴേക്കും ഉപ്പ പ്രിയപ്പെട്ട ഉമ്മയോട് വേദന സഹിക്കുന്ന അവസാന ഘട്ടത്തിൽ ഉമ്മയോട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ കെലിമ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച പരിശുദ്ധ ഉംറയ്ക്ക് പോവാനുള്ളവരായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ഇപ്പൊ വഴിയിലെത്തിയിട്ടുള്ളൂ. റബ്ബിന്റെ തൗഫീഖിന് വേണ്ടി ഇനിയും നമ്മൾ കാര്യമായി ദുആ ചെയ്യുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഉംറ നല്ല റാഹത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എപ്പോഴും ദുആർക്കണം. ഈ ആമുഖമായി കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ സാഹചര്യ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹസന ഉംറയിൽ ഓരോ ഉംറയ്ക്കും അവരുടെ ഒരു മുദീറിന് അവരുടെ ഉസ്താദുമാർ കൊടുക്കുന്ന നിർദ്ദേശമുണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദ് പറഞ്ഞ നിർദ്ദേശമാണ്, നമ്മുടെ അടുക്കൽ ഉംറയ്ക്ക് ആര് തന്നെ പാസ്പോർട്ട് കൊണ്ടുവന്ന് തന്നാലും അന്നു മുതൽ, അതായത് ഉംറയ്ക്ക് നമ്മളെ യാത്രയിൽ ഉംറയ്ക്ക് തയ്യാറായ അന്നു മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഒരു യാസീൻ, ആ ഒരു യാസീന് ഒന്ന് ആരംഭപ്പുവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജറ ഉമ്മ, നമ്മളെല്ലാവരും മനസ്സിലുണ്ടാവണേ. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജറ ഉമ്മ പരിശുദ്ധമായ മക്കയിൽ, അതില്ലാത്ത ഉപരി ആരംഭപ്പുവായ തങ്ങളിൽ, ഈ 4 പേരുടെയും പേരിൽ ഒരു യാസീന് നമ്മൾ ദിവസവും പതിവാക്കണം. ആ യാസീന് കൊണ്ടുള്ള ഗുണം എന്താ? നാളെ നമുക്ക് പോകാനുള്ളത് അള്ളാഹിന്റെ ഹറമിലേക്കല്ലേ, അങ്ങോട്ടുള്ള വഴികളിൽ യാതൊരു തടസ്സം ഉണ്ടാവരുത്. അതിനു വേണ്ടി ആ ഒരു യാസീൻ എല്ലാവരും പതിവാക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇതെല്ലാവരും ഓർമ്മയുണ്ടാവട്ടെ, അത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, നമുക്ക് ഉംറയിലേക്ക് കടക്കാം. പരിശുദ്ധമായ ഉംറയ്ക്ക് നമ്മൾ എല്ലാവരും തയ്യാറായല്ലോ അല്ലെ? എല്ലാവരും തയ്യാറായില്ലേ? അല്ലേ? എന്ത് നിങ്ങളിങ്ങനെ ദേഷ്യം പിടിച്ചിക്കണേ? ദേഷ്യത്തിനൊന്നും കാര്യമില്ല കേട്ടോ. നമ്മളെ പല യാത്രകളുടെ അനുഭവം എന്താ അറിയോ, നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് കുറെ ആൾക്കാർ ഭയങ്കര സ്റ്റാൻഡേർഡിൽ, ഞാൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ല, മോശം അസറ്റ് വെക്കും. 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ എന്താവും, പിന്നെ അവരെന്ത് ചെയ്യണം, എല്ലാവരും കൂടെ മിങ്കിളായി ഉണ്ടാവും. മനസ്സിലായല്ലേ? നമ്മളൊരു 10-15 ദിവസം നമ്മൾ സന്തോഷത്തോടെ കുടുംബമായി പോയി തിരിച്ചു വരുമ്പോ പിന്നെ നമ്മളെ മുഖം എല്ലാവരും മനസ്സിലെന്താണ്, ആ ഒരു പുഞ്ചിരിക്കുന്ന സൗഹൃദമുള്ള മുഖമാണ്. ശരിയല്ലേ? അല്ലേ? ആന്ന് പറയണ ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? അങ്ങനെ ആയിരിക്കണം.
പറയാൻ കാരണം നമ്മൾ തന്നെ ഉംറ യാത്ര കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ ആ യാത്രയിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിലെന്നും വലിയ സന്തോഷം ഉണ്ടാവും. അവരെ അടക്കുന്ന അവരുടെ ഫോം വിളിക്കുക, സംസാരിക്കുക, ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതെന്താ? നല്ല നല്ല സൗഹൃദങ്ങൾ. ആ ഒരു സൗഹൃദം പോലെ നമ്മളെല്ലാവരെയും സൗഹൃദം അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരുമാറാവട്ടെ. അപ്പൊ പരിശുദ്ധമായ ഉംറയ്ക്ക് ഇപ്പൊ നമ്മൾ എല്ലാവരും റെഡിയായില്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ ഒരു അമല് ചെയ്യാനാ പോകുന്നത്. ഈ കണ്ട കാലം മുഴുവനും നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടം പോലെയാ ജീവിച്ചത്, അല്ലെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമുക്ക് നമ്മുടേതായ ഇഷ്ടം പോലെ നമ്മൾ ജീവിച്ചു. പലപ്പോഴും നമ്മൾ പലരുടെയും ഗീബത്ത് പറഞ്ഞു പോയി, സംഭവിച്ചു പോയി, നമീമത്ത് സംഭവിച്ചു പോയി. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഹറാമുകൾ അറിയാതെയെങ്കിലും കണ്ടുപോയി. ചില നൈമിഷിക നിമിഷങ്ങളാൽ ചിലപ്പോൾ നമ്മൾ സംസാരങ്ങൾ മോശമായി സംഭവിച്ചു പോയി, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ മോശമായി പലതും സംഭവിച്ചു പോയി. ഇതെല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ജീവിതം ഒന്ന് സംശുദ്ധമാക്കാനാണല്ലോ നമ്മളെല്ലാവരും ഉംറക്ക് പോകുന്നത്, അല്ലെ? അല്ലാതെ നമ്മളെല്ലാവരും മറ്റവരും പോയി ഇവരും പോയി ഇനി ഞാനും പോവാൻ ഞാൻ മോശം അങ്ങനെയുള്ളതുണ്ടോ? അങ്ങനെ ഉണ്ടാവരുതാ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകം നമ്മളെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം, പരിശുദ്ധ ഉംറക്ക് തയ്യാറാവുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് അമലിലും നിയ്യത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് പറയുന്നതായി കാണാം. അല്ലാഹ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിലെ നിയ്യത്ത് എന്താന്നാ അല്ലാഹ് നോക്കണേ. അപ്പൊ നമ്മളെ മനസ്സിലെ നിയ്യത്ത് എന്താ? അപ്പുറത്ത് നമ്മൾ നബീസ് പോയി, ഇപ്പുറത്ത് നമ്മളെ പോക്കര് പോയി, പടച്ചവനെ ഞാൻ പോയില്ലേ, വല്ലാത്ത മോശമാണ്. ഈ ചിന്തയോടെ നിങ്ങൾ പരിശുദ്ധ ഉംറക്ക് ആരെങ്കിലും തയ്യാറായിട്ടുണ്ടേ ആദ്യമേ പറയാം, നമ്മുടെ സാമ്പത്തികം അങ്ങോട്ട് വെറുതെ ചെലവായി പോകും. അതാണ് സംഭവിക്കുക. അള്ളാഹു കാക്കുമാറാവട്ടെ. അങ്ങനെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് ഉംറക്ക് തയ്യാറാവുമ്പോ അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉംറക്ക് തയ്യാറാവേണ്ടത്. അപ്പൊ എല്ലാവരും ആരെങ്കിലും മനസ്സിലെ നിയ്യത്തിൽ എന്തെങ്കിലും കളങ്കം വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനസ്സ് റെഡിയാക്കുക. പരിശുദ്ധമായ ഉംറ ഞാൻ എൻ്റെ അള്ളാന്റെ റസൂലിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് നമ്മളെ മനസ്സിൽ ഉറപ്പിക്കട്ടെ. അപ്പൊ നമ്മ എല്ലാവരും നിയ്യത്ത് റെഡിയാക്കില്ലേ? എല്ലാവരും നിയ്യത്ത് റെഡിയാക്കില്ലേ? അല്ലേ? എല്ലാവരും നിയ്യത്ത് റെഡിയാക്കി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിയമുള്ളവരെ, പരിശുദ്ധ ഉംറ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉംറക്ക് നമ്മള് നാവ് കൊണ്ട് പറയൽ നിർബന്ധമായ ഒന്നുമില്ല. മനസ്സിലായില്ലേ? നമുക്കുണ്ടല്ലോ ചിലപ്പോ പ്രായമുള്ളവർക്ക് ഉപ്പാർക്കുമാർക്ക് തോന്നും, പടച്ചോനെ ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടി ചൊല്ലി പറഞ്ഞുണ്ടാക്കുക, അങ്ങനെ സംഗതി ഒന്നുമില്ല. ഒക്കെ കർമ്മങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ആ ഉംറയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നിട്ടാ. ആദ്യമായി നമ്മൾ എല്ലാവരും നിയ്യത്ത് റെഡിയാക്കാം, അല്ലെ? എല്ലാവരും നിയ്യത്ത് റെഡിയാക്കി അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് പരിശുദ്ധ ഉംറക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സാമ്പത്തികം. ഉംറക്ക് ഉപയോഗിക്കുന്ന സാമ്പത്തികം 100% ഹലാലായതായിരിക്കണം. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പലരും പെട്ടുപോകല്. ഒരിക്കൽ എന്നോട് ഉംറ ക്ലാസ്സിലെ ഒരു സഹോദരി വിളിച്ചു ചോദിക്കുക, ഉസ്താദ് ഉംറക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, അത് വിൽക്കാനാണ് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഉംറ ആഗ്രഹമുണ്ട്, ഗോൾഡ് വിൽക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇത്താത്തർക്കും അങ്ങനെ ആവൂലേ? ഗോൾഡ് കയ്യിൽ നിന്ന് പോകുമ്പോൾ വിഷമാണ്. സോ ഞാൻ പണയം വെച്ചിട്ട് വന്നോട്ടെ, എന്താ ഞാൻ എന്തോ മസാല ഉണ്ടാക്കും പോയിട്ട് എന്നോട് ചോദിക്കുന്നത്, പണയം വെച്ച് വന്നോട്ടെ എന്ന് ചോദിക്കാണ്. ഉസ്താദ് എന്തോ സംഭവം കൊടുത്ത് ഒക്കെ ഹലാലാവും പോലെ. പ്രിയമുള്ളവരെ, സാമ്പത്തികം 100% ഹലാലായില്ല എങ്കിൽ നമ്മുടെ ഉംറ സ്വഹീഹാവില്ല. അപ്പൊ പണയം വെച്ചിട്ടൊന്നും ആരും ഉംറക്ക് വേണ്ട. ആദ്യം നമ്മൾ മനസ്സിലാക്കാം, ഉംറ ആർക്കാണ് നിർബന്ധം, ഹജ്ജ് ആർക്കാണ് നിർബന്ധം. സാമ്പത്തികമായും ശാരീരികമായും റെഡിയുള്ള ഒരാള് കുടുംബത്തില് എൻ്റെ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികം ഉണ്ട്, ആരോഗ്യമുണ്ട്, അങ്ങനെയുള്ള ഒരാൾക്കാണ് ഉംറ നിർബന്ധം. ഹജ്ജിനെ പോലെ ഉംറ നിർബന്ധമല്ല കേട്ടാ, അല്ലാതെ ഉംറ സുന്നത്താണെന്നല്ല, നിർബന്ധമുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക്. അപ്പൊ നമുക്കങ്ങനെ കഴിയുമെങ്കിൽ നമ്മൾ ഉംറ ചെയ്യണം എന്നല്ലാതെ ആരും ഗോൾഡ് പണയം വെച്ചിട്ടോ അല്ലെ മറ്റൊന്നും ഉംറ ശരിക്കും തയ്യാറാവരുത്. 1. 2, ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ ക്യാഷ് ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മോന് ഗൾഫിലുള്ള നമ്മുടെ മോന്റെ ക്യാഷ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മോന്റെ ക്യാഷ് എങ്ങനെ വന്ന പൈസയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ മോന് എന്തെങ്കിലും ഈ മറ്റേ വട്ടി കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ കള്ളത്തരം ബിസിനസ്സുകൾ കളങ്കം കളിച്ചിട്ടാണോ, ഇതൊക്കെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? എല്ലാവരും കൂടെ നമ്മൾ ഉംറ ചെയ്ത് എന്നേ ആവുള്ളൂ. നമ്മൾ ഉംറയ്ക്ക് ഉപയോഗിക്കുന്ന ഫണ്ട് 100% ഹലാലാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും ഉറപ്പിച്ചിരിക്കണം എന്നർത്ഥം കേട്ടാ. അപ്പൊ എല്ലാവരും സാമ്പത്തികം റെഡിയാക്കില്ലേ? എല്ലാവരും റെഡിയാക്കിന്, ആക്കിയത് ഹലാലായിരിക്കുമല്ലോ അല്ലേ?
എല്ലാവരും അങ്ങനെ ആയിരിക്കും നമുക്ക് ഉറപ്പുണ്ട്, എന്നാലും നമ്മൾ അറിയാൻ വേണ്ടി പറഞ്ഞ കേട്ടാ. ഇപ്പൊ നമ്മൾ നിയ്യത്ത് റെഡിയാക്കി, സാമ്പത്തികം റെഡിയാക്കി അല്ലേ? ഇപ്പൊ രണ്ടും റെഡിയാക്കി. ഞാൻ ആമുഖത്തിലൂടെ ഇങ്ങനെ പോവാണ്, നിങ്ങളെ മനസ്സ് ഇങ്ങനെ വരണം. എല്ലാവരും മനസ്സിങ്ങനെ എന്ത് ചെയ്യുക, ഈ വിഷയത്തിലൂടെ വന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പത്തിലാവട്ടാ. അപ്പൊ ഇത് രണ്ടു കയ്യില്. ഇനി നമ്മൾ മൂന്നാമത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, പരിശുദ്ധമായ ഉംറ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹും അടിമയും, അതായത് അടിമയും ഉടമയുള്ള എല്ലാ വിഷയവും അള്ളാഹ് പൊരുത്തപ്പെടും. ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ ജീവിതത്തിൽ വ്യഭിചരിച്ചു പോയി, മനുഷ്യ സഹജമാണ്, സംഭവിച്ചേക്കാം. ഒരാൾ ഹറാം കണ്ടുപോയി, സംഭവിച്ചേക്കാം സാഹചര്യവശാൽ. കാരണം മനുഷ്യന്മാരാരും മഅസൂമീങ്ങളല്ല, തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം. ഇതൊക്കെ അള്ളാഹ് പൊരുത്തപ്പെടും. മനസ്സിലായില്ലേ? ഇതെല്ലാം അള്ളാഹ് പൊരുത്തപ്പെടും. ഒരു നിസ്കാരം ഖളാക്കി അള്ളാഹ് പൊരുത്തപ്പെടില്ല, അതിന് ശിക്ഷ എന്ത് ചെയ്യും? ഖളാക്കിയത് ഖളാ കൂട്ടണം, പക്ഷെ അതിന് ശിക്ഷ എന്ത് ചെയ്യും? നമുക്ക് പൊരുത്തപ്പെടും. പക്ഷെ പരിശുദ്ധമായ ഉംറ കഴിഞ്ഞാൽ, ഹജ്ജ് ഉംറ ചെയ്ത് കഴിയുന്നവര്, അതായത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുഞ്ഞ് എങ്ങനെയാണോ വരുന്നത് പുറത്തേക്ക്, അതുപോലെ ആയിരിക്കും അവരുടെ ജീവിതം എന്നാ. ആര്? ഈ പറഞ്ഞതുപോലെ അടിമയും ഉടമയും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹ് പൊരുത്തപ്പെടുന്നു. എന്നാൽ അടിമയും തമ്മിലുള്ള യാതൊരു കാര്യം അള്ളാഹ് പൊരുത്തപ്പെടൂല. മനസ്സിലായില്ല? അത് അടിമ തന്നെ പൊരുത്തപ്പെടിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാ എന്ത്? നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചവരുണ്ടാവാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അയൽവാസി ചെറിയ എന്തോ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ അതിർത്തിയിൽ അദ്ദേഹം അറിയാതെ എന്തായി ഒരു അതിര് കുത്തിയോ മാറി കുത്തിണ്ടാവും. അന്ന് മുതൽ നമ്മളും അവരെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധങ്ങൾ മുറിഞ്ഞവരായി മാറി. അല്ലെങ്കിൽ നമ്മൾ ഇത്താത്താര അടുക്കളയിൽ നിന്ന് നമ്മൾ അയൽവാസിയായ സഹോദരി എന്തായി അല്പം പഞ്ചസാര കൊണ്ടുപോയി, ഒരു കയ്യിൽ കുറച്ച് പഞ്ചസാര കൊണ്ടുപോയി, കൊണ്ടുപോയില്ലേ? നിങ്ങളും കൊണ്ടുപോയില്ല, ഞാൻ കൊണ്ടുപോയി അങ്ങനെയാണ് സംഗതി മനസ്സിലാവാൻ. അപ്പൊ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഇത്താത്ത കൊടുത്ത പഞ്ചസാര കുറച്ച് മണികൾ കുറഞ്ഞു പോയി. അതായത് കൊടുത്ത് ഇത്താത്തൊക്കെ അറിയാം എത്രത്തോളം കിട്ടിയിട്ടുണ്ട് കൊടുത്തുന്നത്. തിരിച്ചൊന്നും ആ സഹോദരി വിചാരിച്ച് ഇത്രയുള്ള അറിയാതെ കൊടുത്ത് കുറച്ച് കുറഞ്ഞു പോയി. അതിന്റെ പേരിൽ പിന്നെ അവളും ഇവളും ബന്ധമില്ല എന്നും ആണ്. അവൾ കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇങ്ങനെ എന്താണ് നമ്മളെ വാക്കുകളെ കൊണ്ട് നമ്മൾ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവനെ ഗീബത്ത് നമീമത്ത് പറയാം. ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. ഇല്ലാന്ന് ആരും മുത്തഖീങ്ങളാവണ്ട, ഞാനടക്കം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇത് റബ്ബ് പൊരുത്തപ്പെടില്ല. ഇത് നമ്മൾ എല്ലാവരും കൂടെ പൊരുത്തപ്പെടിക്കണം. അമ്മായിയും മരുമകളും ഉണ്ടാവും അല്ലെ? സ്വാഭാവികമായിട്ടും ഒരു വീട്ടിലാവുമ്പോ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയോണ്ട് നിൽക്കും. അപ്പൊ ചിലത് മരുമകളും ഇഷ്ടാവില്ല ഉമ്മാന്റെ വാക്കുകൾ, ഭർത്താവിന്റെ ഉമ്മയുടെ വാക്കുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? ഉമ്മയും അതായത് ഭർത്താവിന്റെ ഈ പെണ്ണും ഭർത്താവിന്റെ ഉമ്മയും കാലങ്ങളായി ബന്ധമില്ലാതെ ആവാം. പ്രിയമുള്ളവര്, പരിശുദ്ധ ഉംറക്ക് പോകുമ്പോ അത് പരിപൂർണമായും പിടിപ്പിച്ചിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. ഭർത്താവ് നിലവിൽ ഭർത്താവായി ഉണ്ടാവും, കാലങ്ങളായി ഭർത്താവിന്റെ സ്വഭാവമോശം കൊണ്ടോ അല്ലാതെയോ നമ്മൾ വേർപിരിഞ്ഞുണ്ടാവാം. പക്ഷെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിനോട് നമ്മൾ പിടിപ്പിക്കണം. ഇങ്ങനെ തുടങ്ങി എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പിടിപ്പിച്ചിട്ട് പരിശുദ്ധ ഉംറക്ക് പോയാൽ മതി, അല്ലെങ്കിൽ അത് അവിടെ ബാക്കിയായി കിടക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കാം? കഴിഞ്ഞ കാലമൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചില്ലേ, ഇനി ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്കല്ലേ പോകുന്നത്. അപ്പോ എൻ്റെ യാത്രയൊക്കെ റാഹത്തിലാവണം, അതിന് ഞാനൊന്ന് താവാം. നമുക്കുണ്ട് നമ്മളീയത്തായ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനിപ്പോ ഇവിടുത്തെ കുടുംബം എങ്ങനെയല്ലേ അത് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ അമ്മായിമ്മ മരുമകളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിപ്പൊ ഓളം മുമ്പിൽ മുട്ടൂത്തെ അങ്ങനെയുള്ളത് എനിക്ക് വേണ്ട എന്നുള്ള ചിന്താഗതി പ്രിയമുള്ളവരെ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ പരിശുദ്ധ ഉംറക്കാണ് പോകുന്നത്. അവരോട് പറയാ, മോളെ ഞാൻ ഉംറക്ക് പോവാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ പലപ്പോഴും വിഷമം തോന്നിണ്ടാവാം, എല്ലാം ഒന്ന് പൊരുത്തപ്പെട്ടു തരണം. അപ്പൊ മരോള് പറയാണ്, നിങ്ങൾ മരോളും അമ്മായിമ്മയും വല്ല പ്രശ്നമായി കഴിഞ്ഞാല്, ഇപ്പൊ ഒരു അമ്മായിമ്മയും മരോള് പ്രശ്നമാണ് സങ്കല്പിക്കാം. അപ്പൊ മരോള് ഉംറക്കോണേ, ആ മരോള് ഉംറക്ക് പോകുമ്പോ എന്തായി? അമ്മായിമാനെ വന്നിട്ട് സ്നേഹത്തോടെ, ഉമ്മ സംഗതി ഞാൻ കുറച്ചൊക്കെ എൻ്റെ വാക്കുകളൊക്കെ ഏറിപ്പോയിട്ടുണ്ട്, ഉമ്മ പൊരുത്തപ്പെടണം. അപ്പം ഉമ്മാനെ കുറച്ചൊന്നല്ല നല്ല മുറിവാക്കി ഉണ്ടാവേ. ആ ഉമ്മ പറയാ, അനക്ക് പൊരുത്തം, അപ്പൊ അനക്ക് പൊരുത്തമില്ല എന്ന് പറയുമ്പോ നമ്മള് ഡബിൾ പ്രഷർ ആയിട്ട് നിങ്ങൾ പൊരുത്തം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഉംറക്ക് പോകുമ്പോണ്ട് അവിടെ ഡബിൾ പ്രശ്നമാക്കരുത് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കുള്ള കൽപ്പന എന്താ? പൊരുത്തം ചോദിക്കാം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഹബീബി ഞാൻ ഇങ്ങനെ ഉംറക്ക് പോവാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പൊരുത്തപ്പെട്ടെണ്ണം. കഴിഞ്ഞ് നമ്മൾ ആ സെക്ഷൻ അവസാനിച്ചു കേട്ടാ. ഇത് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ നെയ്യത്ത് റെഡിയാക്കി, സാമ്പത്തികം റെഡിയാക്കി, അങ്ങനെ എന്തായി നമ്മൾ അതുപോലെ തന്നെ പൊരുത്തപിടിപ്പിക്കാതെല്ലാം പൊരുത്തപിടിച്ചോ? എവിടെ? ഇനി പോയിട്ടല്ലേ? ഒക്കെ കഴിഞ്ഞ് മാഷാ അല്ലാഹ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ യാത്ര. ഇപ്പൊ നമ്മളെ ആഗ്രഹം ഹസന ഉംറയിൽ നിങ്ങൾ വരുമ്പോ നിങ്ങൾ തിരിച്ചു വന്നാലും നിങ്ങൾ ഈ ഒരു പ്രസന്നതയോടെ ഉണ്ടാവണം എന്നാണ്.
തിരിച്ചു വന്നാൽ പിന്നെ നമ്മളെ മുഖം കാണുമ്പോൾ ഒരു ഭീകരനെ പോലെ ആവരുതെന്നാ നമ്മൾ ആഗ്രഹിക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഹസനാന്ന് കേൾക്കുമ്പോഴേക്കും അല്ലാ ജീവണ്ടേ അങ്ങോട്ട് പോകണ്ട എന്നും പറയാൻ പാടില്ല നമ്മൾ ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞുകൊണ്ടതാ, നിങ്ങളെ മനസ്സിലാഗ്രഹം എന്താ? നല്ല റാഹത്തായി ഉംറ ചെയ്യണമെന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോകും. റബ്ബിന്റെ ഖളാവുകളല്ലേ. അപ്പൊ നമുക്ക് യാത്രയിൽ യാതൊരു തടസ്സങ്ങളൊന്നും ഇല്ലാതെക്കാൻ വേണ്ടി നിലവിൽ നമ്മൾ യാസീൻ ഓതിക്കൊണ്ടിരിക്കണ്ടല്ലോ ദിവസം അല്ലേ? ഓതണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും യാസീൻ പതിവാക്കണം. അതിനുശേഷം നമ്മൾ യാത്രയിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു 5 മഹാന്മാരെ, 5 എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പൊ നമ്മൾ നാടും പരിസരത്തുള്ളതാണ് മടവൂര് CM വലിയത് അല്ലെ, അല്ലെങ്കിൽ മമ്പുറം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണീത് ഉസ്താദ്, അല്ലെങ്കിൽ നമ്മൾ തിരുപ്പനഞ്ചി ഉസ്താദ്. പരിസരത്ത് നമുക്ക് അടുത്ത് അല്ലെങ്കിൽ നാട്ടും പുറത്തുനിന്ന് മഹാന്മാരുണ്ടാവും. നമുക്ക് അടുത്തുള്ള ഒരു 4-5 മഹാന്മാരെ സിയാറത്ത് ചെയ്യുക, അവിടെയൊക്കെ പോയി യാത്ര പറയാം, പൊരുത്തം വാങ്ങാം. കാരണം അവരൊക്കെ ഒരു കാവൽ നമ്മളെ യാത്രക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഉസ്താദ് ഉഷാറാക്കാൻ വിചാരിച്ചാലും നിങ്ങൾ ഉഷാറാവണം വിചാരിച്ചാലും എല്ലാത്തിനും പിന്നിൽ ചില കാവലുകൾ നല്ലതല്ലേ, അതാ ഉദ്ദേശം കേട്ടാ. ഇപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാം, ആ ഒരു സെക്ഷനൊക്കെ നേരത്തെ തീർത്തേക്കാം. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ബദർ മൗലൂദ്, കാമിലായ ഒരു ബദർ മൗലൂദ് നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യാം, കഴിക്കാം. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ പടച്ചോൻ എന്തൊക്കെ പേര് പറയുന്നത് കൺഫ്യൂഷൻ ആകണ്ട. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിലും കാണാം കേട്ടാ. അതായത് കാമിലായ ബദർ മൗലൂദ്. എന്തിനാ ബദർ മൗലൂദ്? നമുക്ക് എല്ലാവർക്കും അറിയാം അത് സംഗതി എന്താണ്, വലിയ ഫളലുള്ളത് അല്ലെ. കാമിലായ ബദർ മൗലൂദ് കഴിക്കാൻ പറയുന്നത് എന്തിനാ? ഒരു കാമിലായ ബദർ മൗലൂദ് കഴിക്കുമ്പോൾ നമുക്കറിയാം ബദരീങ്ങളെ കാവൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒന്നല്ല. പരിശുദ്ധ ഖുർആൻ വരെ പറഞ്ഞെന്താണ്, അവരെ കുറിച്ച് ഷഹീദായവർ എന്ന് നിങ്ങൾ പറയുന്നത് അവരിന്നും എന്താണ് ഹയാത്തിലുള്ളത് പോലെ എന്നാ. അപ്പോ പരിശുദ്ധമായ ആ ഖുർആനിൽ പറഞ്ഞ ബദരീങ്ങളെ സ്ഥലത്ത് പോകണമെങ്കിൽ ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് പോകണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലെ. ആ ബദർ യുദ്ധം നടന്ന സ്ഥലം പോകണം. അവിടെ എല്ലാം നമുക്ക് സിയാറത്ത് ചെയ്യണം. അവിടേക്ക് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വ്യക്തമായി കാണാം, അറിയാം, മനസ്സിലാക്കാം. അത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ബദർ മൗലൂദ് കാമിലായി നമ്മളെ വീട്ടിൽ നടത്താം. ഓക്കെ, അത് നടത്തണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉസ്താദ്മാരെ പോയി തിരക്കുള്ളവരുണ്ട്, തിരക്കുള്ളവരെ വിളിക്കണ്ട, കാമിലായി നടത്താം. അത് നമുക്ക് തന്നെ ചൊല്ലിയാൽ മതി, അല്ലാതെ ഉസ്താദ്മാരെ തന്നെ വിളിച്ച് ചൊല്ലിപ്പിക്കണമെന്നില്ല. നമ്മൾ തന്നെ ആണെങ്കിലും കാമിലായ ബദർ മൗലൂദ് കഴിക്കുന്നു. അതിനുശേഷം നല്ല ദ്വാരക്ക, പഠിച്ചവനെ ഞാനിപ്പോ നല്ലൊരു ബദർ മൗലൂദ് കഴിച്ചിട്ടുണ്ട്, അവരൊക്കെ ബറക്കത്ത് കൊണ്ട് യാത്രയിലോടി വിഷമം ഉണ്ടാവരുത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹറമിലേക്ക് ഇവിടുന്ന് പോയി ഹറമിലെത്തി 2-ാം ദിവസം ഹറമിൽ നിന്ന് മക്കയിലേക്ക് പരിശുദ്ധ ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് നടക്കുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരി വീണ്, ഈ നട്ടലിന് ഇവിടെ സ്ക്രാച്ച് വീണ് ആ പെണ്ണ് ആ ഉംറയെ മൊത്തം കിടപ്പിലായി പോയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായത്? ഇതൊന്നും നിങ്ങൾക്ക് വരാക്കാനാണ്, നമുക്ക് വരാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും നിയ്യത്ത് റെഡിയാക്കി, സാമ്പത്തികം റെഡിയാക്കി, അതുപോലെ തന്നെ അതായി പൊരുത്ത പിടിപ്പിച്ചു, മഹാന്മാരെ സിയാറത്ത് ചെയ്തു. അതുപോലെ തന്നെ നമ്മള് അവസാനം എന്താ പറഞ്ഞത്, ബദർ മൗലൂദിനെ ഒക്കെ ചെയ്ത് നമ്മൾ വളരെ റാഹത്തായി, നമ്മൾ ഫുള്ള് ഇപ്പൊ എന്താണ് ഇപ്പം വളരെ റാഹത്തിലപ്പം നമ്മൾ എല്ലാവരും ഉള്ള കേട്ടാ. ഈ ഒരു സാഹചര്യത്തിൽ ഇനി നമ്മളെ യാത്രയിലേക്ക് കടക്കാം. അതായത് ഇപ്പൊ നമ്മൾ നിലവിൽ എന്താ നമ്മൾ യാത്രയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ് അവരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പൊരുത്തം, അവർ സമ്മതം വാങ്ങാം. അതൊക്കെ നല്ല കാര്യമാണ്. ഒരു നല്ലതിനല്ലേ നമ്മൾ പോണേ. നമ്മളെ ഉമ്മ ഉണ്ട്, അപ്പൊ ഉമ്മ ഉണ്ട്, ഉമ്മ എന്താണ്, ഉമ്മ ഒന്നോടെ ഞാൻ പോവാന്നുള്ളത് ആ സിസ്റ്റത്തിന് പകരം ഉമ്മ അവിടെ പോയി പറയാ, ഉമ്മ ഞാൻ ഇങ്ങനെ ഉംറക്ക് പോകുന്നുണ്ട്, ഉമ്മ ദുആർക്കാണ്ടാ. ഉമ്മാരെ ദുആ വലിയ ഇജാബത്തുള്ളല്ലേ, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഉമ്മ ദുആർന്നാ ദുആ വിജയിക്കും, അള്ളാഹ് സ്വീകരിക്കും. അപ്പൊ ഉമ്മമാരോട് നമ്മൾ എന്ത് ചെയ്യാ, ദുആ വസിയ്യത്ത് ചെയ്യാ. അതുപോലെ ഉപ്പമാരോട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരുണ്ടാവും. ചിലപ്പോൾ നമ്മളെ മദ്രസ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടാവും അല്ലെ. വിനീതനായ എന്നെ മദ്രസ പഠിപ്പിച്ച ഉസ്താദാണ് പ്രിയപ്പെട്ട സമദ് ഉസ്താദ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ആഫിയത്തെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മുടെ യാത്രയിൽ ഇൻഷാ ഉസ്താദൊക്കെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉസ്താദുമാരോട് നമ്മൾ യാത്ര പറയാം. അതെന്തിനാ, അവരൊക്കെ ദുആ ഉണ്ടാവും പള്ളിയിലെ ഉസ്താദിനോട്. എന്തിനാ അറിയോ, അപ്പൊ അവരെന്ത് നമ്മോട് പടച്ചോനെ അള്ളാഹു നമ്മളെ യാത്ര റാഹത്തിലാക്കട്ടെ എന്ന് ആവോണ്ട് ദ്വാരക്കുമ്പോ അതുവരെ പള്ളിയിൽ ഇപ്പൊ ദിക്റിലും ബാങ്കുകൊടുത്തിരുന്നാകാനോ അല്ലേ, ചിലപ്പോ അവരെ ദുആ ആയിരിക്കും അള്ളാഹ് സ്വീകരിക്കാം. അള്ളാഹു നമ്മുടെ യാത്ര കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും യാത്ര പറച്ചിലെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമ്മുടെ ഉംറയുടെ ദിവസം എന്നാണ്? ഒക്ടോബർ 14. മാഷാ അല്ലാഹ്, ഒക്ടോബർ 14. അപ്പൊ ഒക്ടോബർ 14 ഏതാ ദിവസം അറിയോ? ചൊവ്വ. അതായത് നമ്മുടെ ആദ്യത്തെ ഉംറ ഇൻഷാ അല്ലാഹ് നമ്മൾ ബുധനാഴ്ച രാവിലെ, ബുധനാഴ്ച തുടക്കത്തിൽ ചെയ്യും. ചൊവ്വാഴ്ച നമ്മൾ പോയി കഴിഞ്ഞാൽ ബുധനാഴ്ച ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ഉംറ ഉണ്ടാവും ട്ടാ.
അപ്പോൾ ഒക്ടോബർ 14 ചൊവ്വ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പോലെ. അപ്പൊ ഞാൻ അതിന്റെ മുമ്പിലേക്ക് നമുക്ക് വരാം, നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്. നിലവിൽ നമ്മൾ പ്രാഥമികമായി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ അല്ലെ. ഇനി നമ്മൾ ഉംറയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യമായി നമ്മൾ ഉംറയുടെ ഒരുക്കങ്ങളിലേക്ക് വരാണ്. അപ്പൊ ഒക്ടോബർ 14 എന്നുള്ള 13 എല്ലാവരും മനസ്സ് കൊണ്ടുവരൂ. ഒന്നോ കുറെ ദൂരമൊന്നുമില്ല, പെട്ടെന്ന് വന്നൂടെ? ഒക്ടോബർ 13 തിങ്കളാഴ്ച ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത്. ഓക്കെ, ഒക്ടോബർ 13 തിങ്കളാഴ്ച നമ്മൾ എല്ലാവരും ഇപ്പൊ നിലവിലുള്ളത് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഒക്ടോബർ 14 നമ്മൾ യാത്ര പോകുന്ന ദിവസമാണല്ലോ അല്ലെ. അപ്പൊ ഇനി ആ ദിവസത്തേക്ക് നമ്മുടെ ഒരുക്കങ്ങൾ കഴിയുന്നത്ര കുറക്കാം, അതായത് അവസാന ഘട്ടങ്ങളിലാക്കാം. അപ്പൊ ഏതുപോലെ വെച്ചാൽ നമ്മൾ ഇന്നാണ് ഉംറക്കൂടെ സങ്കല്പിക്കുക, എല്ലാവരും നമ്മളങ്ങനെ കാണാൻ വേണ്ടി വരാം. ആ സമയത്ത് എവിടെ നമ്മൾ ഇന്നാലിലാണ് ഉംറക്കൂന്നാൾ ചോദിക്കുമ്പോൾ മൂപ്പര് കുളിമൂലിലാണ്, കുളിക്കാണ്. അത് പകരം നമ്മൾ കാണാൻ വേണ്ടി പലരും വരും. നമ്മൾ ഉംറക്ക് പോകുമ്പോൾ നമ്മൾ യാത്ര പറയാൻ ദ്വാര ചെയ്യിപ്പിക്കാൻ പലരും വരും. ആ സമയത്ത് നമ്മൾ നേരത്തെ റെഡി ആവണം. പലരും വന്നുകൊണ്ട് നമ്മോട് പറയും നിങ്ങൾ ദ്വാരക്കാൻ കേട്ടാ അവിടെ പോവല്ലേ. അപ്പൊ നമ്മൾ സെന്റിമെന്റ്സ് ഡബിൾ ആക്കി, ഞാനൊക്കെ ഇപ്പൊ ദ്വാരക്കാൻ ആരാ എന്ന് ഡബിൾ സെന്റി അങ്ങോട്ട് അടിക്കണ്ട. മനസ്സിലായില്ലേ? നമ്മളെ മഹത്വമല്ല ഇവിടെ എന്താണ്, നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ് പ്രിയമുള്ളവരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എല്ലാവരും അങ്ങോട്ട് ഈ പറഞ്ഞ ഇൻഷാ അല്ലാഹ് ഹബീബി ഞാൻ ദ്വാരക്കാം, നിങ്ങൾ എന്റെ യാത്രകളെല്ലാം റാഹത്തിലാവാൻ വേണ്ടി നിങ്ങളും പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അവരോടും ദ്വാ വസീയത്ത് ചെയ്യാം. കാരണം ആരുടെ ദ്വാ ആണ് അള്ളാഹ് സ്വീകരിക്കാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അല്ലെ, ശരിയല്ലേ? ഏതെങ്കിലും ഒരാളെ ദ്വാ വയ്ക്കും, അതെന്ത് ചെയ്യാം, നമ്മളെ യാത്ര കബൂലാവാൻ തന്നെ കാരണം. അങ്ങനെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുക, അതിന് മുമ്പത്തെ ദിവസം നേരത്തെ കുളിച്ച് റെഡിയാവാം. നേരത്തെ കുളിച്ച് റെഡിയാവാൻ യാത്രയുടെ മുമ്പിട്ടാ കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഉംറയുടെ ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് കുളിക്കുന്നു. നിയ്യത്തൊക്കെ ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് കുളിക്കുന്നു. കാരണം നമ്മൾ ഇഹ്റാം ചെയ്യുന്നത് നേരെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ്. അപ്പൊ ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത് നമ്മൾ കുളിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെച്ചു. അങ്ങനെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ശരീരമാസകലനം, ഉള്ളും പുറമൊക്കെ വൃത്തിയാക്കാം. അതൊക്കെ നമുക്ക് ആമുഖം മനസ്സിലാവില്ലേ കേട്ടാ. പുറത്തിങ്ങനെ മുഞ്ചു കൂട്ടിയാൽ പോരാ, നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയാക്കിയാൽ പോരാ, മുഴുവൻ നമ്മൾ എന്താണ് നല്ല വൃത്തിയാക്കി നല്ല റെഡി ആവണം. നഖങ്ങളൊക്കെ വെട്ടി, മുടിയൊക്കെ നല്ല വൃത്തിയിൽ വെട്ടി, അങ്ങനെ നല്ല റാഹത്തുള്ള ഒരു സമ്പൂർണമായൊരു കുളി. ആ കുളി നമ്മൾ എന്ത് ചെയ്യുക, കുളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും കുളിച്ച് റെഡിയായി. ഇപ്പൊ നമ്മൾ എല്ലാവരും ഉംറയുടെ മുമ്പുള്ള ദിവസം നമ്മൾ റെഡിയായിരിക്കാം അല്ലെ. ഇനി നമ്മുടെ വീട്ടിലേക്ക് പലരും യാത്ര പറയാൻ വേണ്ടി വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരുന്നുണ്ട്, എല്ലാവരോടും നമ്മൾ യാത്ര പറയുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഉംറക്ക് വന്നു, ഉംറക്ക് റെഡി, നമ്മുടെ ബാഗിൽ ലഗേജ് എല്ലാം പറഞ്ഞിട്ട് അതിന് മുമ്പ് നമ്മളൊരു ആദ്യം പോയിട്ട് ഉംറ ചെയ്തിട്ട് പോരാ അല്ലെ. പെട്ടെന്ന് പോയി ഉംറ ചെയ്ത് പോരാ, മനസ്സുകൊണ്ട് ഉംറ ചെയ്യുമ്പോൾ സുഖം തന്നെ അല്ലേ. ഒരു അല്ലേന്ന് പറയുമ്പോൾ ആണെന്ന് പറയാത്ത കഷ്ടപ്പാട് നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്താണ് ഉംറയുടെ പൊതുരൂപം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ പോട്ടാം. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും യാത്ര പറയുന്നു. യാത്ര പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നിലവിൽ നമ്മളുള്ള അവസ്ഥ ലഗേജ് എല്ലാം റെഡിയാക്കി നമ്മൾ പോകാനൊക്കെ തയ്യാറായിരുന്നു. നമ്മളെ വീട്ടിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് ബദ്രമൗലൂദ് ഇന്നലെ കഴിച്ചിട്ടുണ്ട്, അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ടിയേക്കാം. ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. എന്നിട്ട് ആ നിസ്കാരത്തിൽ കാര്യമായി ദുആ, റബ്ബേ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെ അമാനത്ത്, എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ഇന്നി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ എൻ്റെ യാത്രകളെല്ലാം റാഹത്തിലാക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യാ. അങ്ങനെ ദുആ ചെയ്തിട്ട് നമ്മൾ എല്ലാവരുടെ യാത്ര പറയാം. അവിടെ നമ്മള് മഹാന്മാരെ പറഞ്ഞതായി കാണാം, അവിടെ നമ്മൾ ഏതൊരു യാത്രക്ക് പോകുന്നതിന് മുമ്പും യാത്രയുടെ മുമ്പ് ചെറിയൊരു ഹദിയ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താ, അസ്വദഖത്തു റദ്ദുൽ ബലായ എന്നാണ്. സ്വദഖ എന്നുള്ളത് നമ്മൾ യാത്രയിലെ അപകടങ്ങളൊക്കെ നമുക്ക് ഒരു ആപത്തുകൾ തടയാനൊരു കാരണം. അപ്പൊ നമ്മൾ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, അവിടെയുള്ള ചെറിയ കുട്ടികൾക്കെങ്കിലും, നമ്മളെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും, എന്റെ വല്യപ്പ പോണേ, അവരെ മനസ്സിലെന്താ ഗൾഫൊക്കെ പോണേ, എവിടെ നമ്മളെ ഉംറക്ക പോണേ, അവരെ മനസ്സിന്റെ വല്യപ്പ കൊടുക്കാൻ പോണേ ഗൾഫിക്ക് അല്ലെ. അപ്പൊ എല്ലാവരും വലിയ സന്തോഷത്തിലുണ്ടാവുക. അവർക്ക് ഒരു 10 രൂപയെങ്കിലും നമുക്ക് കൊടുത്താലുള്ള ഗുണം എന്താ അറിയാം, നമ്മളെ പൂർവികരായ ഉസ്താദുമാർ പറഞ്ഞാൽ കാണാം, അവർക്ക് ആ 10 രൂപ കിട്ടുമ്പോൾ അവരുടെ ദുആ ഉണ്ട്, പടച്ചോ എങ്ങനെയാണ് എന്റെ വല്യപ്പ എന്നും ഉംറക്ക് പോയാൽ തീരുന്നു, എന്നും ഗൾഫ് പോയാൽ തീരുന്നു, ദ്വാരക്കും എന്റെ വല്യമ്മ ഇങ്ങനെ എന്നും പോയാൽ തീരുന്നു, അവര് ദ്വാരക്കണം, അവർ 10 രൂപ സന്തോഷ. പക്ഷേ ആ നാവുകൾ ഹലാലായ നാവുകളാണ്. ആ മക്കളെ നാവുകളെ കൊണ്ട് ഹറാമ് സംസാരിച്ചിട്ടുണ്ടാവില്ല.
ആ മക്കളെ കണ്ണുകളെ കൊണ്ട് ഒരു പക്ഷേ ഹറാമ് കണ്ടിട്ടുണ്ടാവില്ല. ആ നാവ് അള്ളാഹ് പെട്ടെന്ന് സ്വീകരിക്കും. ഒരു പക്ഷേ വരും കാലങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കാൻ അതൊരു കാരണമായിരിക്കുമെന്ന് നമ്മൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞേ കാണാം. അള്ളാഹു നമുക്കൊക്കെ അതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും എവിടെ ഉള്ളത്? യാത്ര പറഞ്ഞോ? അപ്പൊ ഹദിയ കൊടുത്തില്ലേ? കൊടുത്ത് പേരക്കുട്ടികളും പറഞ്ഞില്ലേ? പറച്ചൊക്കെ കഴിഞ്ഞ് പറയലും കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തായി? ഇപ്പൊ എല്ലാവരും റെഡി ആയില്ലേ? ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞില്ല യാത്ര പറയണേ. ഇവിടെ നമ്മൾക്ക് പൊതുവെ ഒരു പതിവ് എന്താ വെച്ചാൽ എല്ലാവരോടും യാത്ര പറയും. പിന്നെ ഞാൻ പോകട്ടെ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ചിലപ്പോൾ നമ്മളെ ചെറിയ കുട്ടിയായെന്ന് വന്ന മൂത്തച്ഛക്ക് നമ്മളെ വീട്ടിലുണ്ടാവും. ചെറിയ കുട്ടിയായെന്ന് വന്ന മൂത്തച്ഛയാണ് അല്ലേ? വന്നത് ചെറിയ കുട്ടിയായപ്പോൾ വന്നാൽ നമ്മളെ ഒരു മകനെ പോലെ നോക്കിയതൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ എല്ലാവരും യാത്ര വരുമ്പോൾ പഠിച്ചോനെ ഇനിയിപ്പോ ഞാൻ ചെറുതപ്പോഴേ ഇല്ലല്ലേ മൂത്തച്ഛൻ, അവരോട് ഇപ്പൊ ഇങ്ങനെ നമ്മൾ യാത്ര പറയാതെക്കാം. നമ്മൾ പരക്കെന്നാണ് ഞാൻ പോയിട്ട് അസ്സലാമു അലൈക്കും. ഈ ഒരു പ്രവണത തനിച്ച ഹറാമാണ്. മനസ്സിലായില്ലേ? അവിടെ രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ വുദു ഓൾറെഡി നമ്മൾ പോകുന്നുണ്ട് അല്ലേ? വുദുവിന്റെ അവിടെ കിടക്കട്ടെ. പക്ഷേ നമ്മളെ മൂത്തച്ഛയാണെങ്കിൽ ഇളച്ചിയാണെങ്കിലൊക്കെ മൂത്തച്ഛയാണ്, ഇളച്ചിയാണ് അല്ലേ? എങ്ങനൊക്കെ നോക്കിയതാണെങ്കിലും അപ്പൊ നമ്മളൊന്ന് നല്ലൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ എന്തായി പോകും? നമ്മുടെ ജീവിതത്തിലോ നമ്മളെ പ്രവൃത്തിയിലോ ഹറാമുകൾ സംഭവിച്ചു പോകരുത്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പൊരിക്കെ ഒരു ഉംറ യാത്രയുടെ സഭയിൽ പങ്കെടുത്തപ്പോ ഒരു ഉമ്മയാണ് പോകുന്നത്. ആ ഉമ്മ എല്ലാവർക്കും നടന്ന്, ഇളച്ചനും മൂത്തച്ഛനും എല്ലാവർക്കും നടന്ന് സലാം പറയാം. രണ്ടാം നല്ല ഉദ്ദേശം നല്ലതാണെങ്കിലും അവിടെ പാടില്ലാത്തതാണ്. ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും യാത്ര പറഞ്ഞു. അപ്പൊ അവിടെ എളുപ്പ വഴി എന്താ? ചിലപ്പോൾ നമുക്ക് തോന്നുന്നു എങ്ങനെ ഇപ്പൊ അവർ പറയാതെക്കാം, മോശമായി പോലെ. അവിടെ എളുപ്പ വഴി എന്താ? അവനാന്റെ സഹധർമ്മിണിയോടും ഉമ്മയോടും ഉപ്പയോടും യാത്ര പറയാ. എന്നിട്ട് എല്ലാവരും ദ്വാരക്കാണ്ടാ എന്റെ യാത്ര റാഹത്തിലാവാനായിട്ട് എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് സലാം പറഞ്ഞിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ എല്ലാവരും സലാം പറഞ്ഞു നേരെ ഇടത് കാലം വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി നേരെ വാഹനത്തിലേക്ക് കയറാം. അങ്ങനല്ലേ? ആണോ? അല്ലേ? അങ്ങനെ ആയാലും അല്ലെങ്കിൽ കുഴപ്പമില്ലാതാ. എങ്ങനെയാണ് കുഴപ്പമില്ല? അതല്ലേ? അങ്ങനെ തന്നെ അള്ളാഹ് ഒരാൾ അങ്ങനെയാണ് പറഞ്ഞേ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ ചൊല്ലാനുള്ളൊക്കെ ഞാൻ പിന്നെ അവിടെ നിസ്കാരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ കിതാബിലുണ്ടാവും. അത് പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞ ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ആക്കെ കിതാബിലുണ്ട് എന്തൊക്കെയാ നിസ്കാരത്തിൽ ചൊല്ലാനുള്ളൊക്കെ. ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടത് കാലല്ല വെക്കേണ്ടത് അല്ലേ? അല്ല, വലത് കാല് എങ്ങനെ ഇടത് കാല് വെച്ച് ഇറങ്ങണം. അല്ലെങ്കിൽ ശരി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? രണ്ടാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഓർമ്മയുണ്ടാവും കേട്ടോ. ഇത് നിങ്ങളെ ഒരു ഇത് അറിയാൻ വേണ്ടിയല്ല, നമ്മുടെ മെയിൻറ്റിൽ ആ സമയത്ത് ശ്രദ്ധ വിട്ടുപോകും. ഇനിയിപ്പോ ഒരാൾ അറിയാതെ വലുത് കാലിച്ച് ഇറങ്ങി, പടച്ചവനെ അത് ഒരിക്കൽ എന്തോരം പേടിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ആ കൂടി എന്തോ ആയി അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചിങ്ങോട്ട് കയറാം. നമ്മളെ ഉമ്മാര് വേഗം നിങ്ങൾ വേഗം കയറിക്കാൻ കിട്ടും, വേഗം എഴുതി വെച്ചാൽ അതൊന്നും വേണ്ട. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ വാഹനത്തിൽ കയറി. ഇപ്പൊ നമ്മളെല്ലാവരും വാഹനത്തിൽ കയറി നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. എയർപോർട്ടിൽ 24ാമത്തെ ഫില്ലർ അല്ലെങ്കിൽ 19 ഒക്കെ അടുത്തടുത്തുള്ള ഫില്ലറുകൾ നമ്മൾ കറക്റ്റ് വാട്സപ്പിൽ അറിയിക്കൂട്ടാം. ആ 19ാമത്തെ ഫില്ലറിലേക്ക് എല്ലാവരും എത്താൻ പറയുന്നു. എല്ലാവരും 19ാമത്തെ ഫില്ലറിലേക്ക് എത്തുന്നു. ഓക്കെ. ഇപ്പൊ നമ്മൾ എല്ലാവരും എവിടെ എത്തി? ആരെയും വീട്ടിൽ നിന്ന് ഇറങ്ങാത്തുണ്ടോ? ബാക്കിൽ എത്താൻ ഇറങ്ങിയില്ലേ? ഓക്കെ. മനസ്സുകൊണ്ട് ഇറങ്ങിയാൽ മതി, കാര്യത്തിൽ ഇറങ്ങണ്ട. അത് മനസ്സുകൊണ്ട് ഇറങ്ങിയപ്പോ നമ്മളെല്ലാവരും 19ാമത്തെ ഫില്ലറിന്റെ അവിടെ എത്തിയില്ലേ? അവിടെ എത്തുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നേരെ ഉംറക്ക് പോകട്ടെ, നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലത്തെ ഒരു ടാഗ് തരും കഴുത്തിടാൻ വേണ്ടി. ഈ ടാഗിൽ നിങ്ങളുടെ സ്ഥാപനം, നമ്മുടെ ഹസന ട്രാവൽസ് ഉണ്ടാവും, നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടേതല്ല, നിങ്ങളെ എവിടെ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയ മൊബൈൽ നമ്പർ. ഓക്കെ. ഇത് നമുക്ക് അവിടെ എത്തുന്നതോടെ എന്ത് ചെയ്യും? നമ്മുടെ കഴുത്തിലേക്ക് ഇട്ട് തന്നാൽ ഇത് ഇട്ട് തരുന്നതോടെ പിന്നെന്ത് ചെയ്യാൻ അറിയോ? ഈ ഒരു സംഗതി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നവരെ ഫുൾ ടൈം എന്താണ് കുളിക്കുമ്പോൾ വേണ്ട. ഇനിയിപ്പോൾ അതും കൂടി ഉസ്താദ് പറഞ്ഞ് ഇഖ്ലാസോടെ കേൾക്കണം. ഉസ്താദ് പറഞ്ഞതിൻ്റെ അപ്പുറം ഉണ്ടാവരുത്. അതുകൊണ്ട് കുളിക്കുമ്പോൾ എല്ലാം കൂടി ആക്കിയിട്ട് 2 ദിവസം മാഞ്ഞു വിടും. പിന്നെ ഉസ്താദ് മൊത്തം പോയി അറിയേണ്ടി വരും. അത് കുളിക്കുമ്പോൾ എല്ലാം ഉദ്ദേശം നിങ്ങൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിർബന്ധമായി ഇത് ഉണ്ടാവണം. ഓക്കെ, എല്ലാവരും മനസ്സിലല്ലേ? ഈ സംഗതി ഒഴിവാക്കരുത്. ഇത് പറയാൻ കാരണം ഇനി അങ്ങോട്ടുള്ള മേജർ വിഷയങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. ഈ ഒന്നിമല എന്ന് പറഞ്ഞാൽ നമുക്ക് കരിപ്പൂർ എയർപോർട്ടിൽ നമുക്ക് മലയാളം പറയാം അല്ലേ? ജിദ്ദ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് മലയാളം, കുറച്ച് പോയി പരിചയമുള്ള കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹിന്ദിയെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചേക്കാം. ഇതില്ലാത്തൊരു ഉമ്മ എന്തും ഉണ്ടും അവർക്കാണെങ്കിൽ ഒരു മലയാളം അറിയില്ല.
നമ്മൾ എന്ത് മിണ്ടും അവിടെയൊക്കെ നമുക്ക് ഇതിങ്ങനെ കാണിച്ചു കൊടുത്താൽ അവർക്കും മനസ്സിലാവും ഇത് ഇന്നതാണ്, ഇന്ന സ്ഥാപനമാണ്. അവരെന്ത് ചെയ്യും, ഈ നമ്പറിലേക്ക് വിളിക്കും. അപ്പൊ ഇന്ന ആളിന സ്ഥലത്തുണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി എടുത്തിട്ടാ. അപ്പൊ എയർപോർട്ടിൽ എത്തുമ്പോൾ ഈ സംഗതി കിട്ടുന്നതോടെ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചെത്തുന്നവരെ മറന്നു പോകരുത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ഇത് കിട്ടും. അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വിസയും നമ്മളെ പാസ്പോർട്ടൊക്കെ നമുക്ക് അപ്പം തന്നെ തരും, നമുക്ക് അവിടെ എത്തുമ്പോൾ തരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിസയും പാസ്പോർട്ടും നമ്മൾ അവിടുന്ന് കിട്ടിയത് മുതൽ നമ്മൾ ജിദ്ദ എയർപോർട്ട് ഇറങ്ങുന്ന വരെ, കാരണം അത് പിന്നെ ഞാൻ വാങ്ങും. അവിടെ വരെ സോറി പോരെ, ജിദ്ദ നമ്മളെ ഇൻഷാ അല്ലാഹ് നവംബർ 16 കൂടാവും. രണ്ടാണെങ്കിൽ സാറില്ല, എയർപോർട്ട് രണ്ടാമത് എയർപോർട്ട് ഇട്ടാ അദ്ദേഹം പറഞ്ഞ ശരി തന്നെ, ദമാമിൽ ഇട്ടാ. അങ്ങനെ അതെ ശരി. നമ്മൾ നേരെ ദമാം എയർപോർട്ടിൽ എത്തുന്നവരെ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ വെക്കാൻ. ദമാം എയർപോർട്ടിൽ എത്തിയാൽ നമ്മൾ വാങ്ങും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിസയും പാസ്പോർട്ടും നമ്മളെ കയ്യിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അകത്ത് എയർപോർട്ടിനകത്ത് പല സെക്ഷനിൽ ഇത് കാണിക്കേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ തിരിച്ചു വാങ്ങാതെ പോന്നാൽ നമുക്ക് പിന്നെ എൻ്റർ ചെയ്യാൻ കഴിയില്ല അതിനകത്തേക്ക്. അവർ സമ്മതിക്കില്ല. പിന്നെ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പാസ്പോർട്ട് നമ്മൾ കയ്യിൽ നിന്ന് പോയാൽ നമ്മുടെ സ്ഥാപനത്തിനായിട്ട് പ്രത്യേകം ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ഒരുപാട് അതിൻ്റെ വേക്ക് റിസ്കുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഓർമ്മയുണ്ടാകണം, പാസ്പോർട്ട് നമ്മൾ കയ്യിൽ നിന്ന് പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാം നിലവിൽ എല്ലാവരും മനസ്സിലായില്ലേ? അതായത് നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് നേരെ പാസ്പോർട്ട് കിട്ടുന്നു, വിസ കിട്ടുന്നു. അത് നമ്മൾ എല്ലാവരും കയ്യിൽ വെക്കുന്നു. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുന്നു നേരെ എയർപോർട്ടിനകത്തേക്ക്. എൻ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനകത്തു നിന്നാണ് നമ്മൾ ഇപ്പം നിലവിൽ നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് റെഡിയാണ്. പക്ഷെ ആരെയും പേരിലല്ല ടിക്കറ്റ് ഉണ്ടാവാം. നിലവില് 45 സീറ്റ് നമുക്കുണ്ട്. നമ്മളെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ 45 സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്യണം. ഇത് നമ്മളെ പേരിലാവില്ല. അപ്പോൾ വെച്ചാൽ നമ്മൾ നേരെ എയർപോർട്ടിൽ കയറുമ്പോഴാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ സഹധർമ്മിണിയായിട്ടും പോവാം. സഹധർമ്മിണിയ മനസ്സിലായില്ലേ? ഇല്ലേ? പ്രിയതമാന്ന് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മളെ ഭാര്യമായിട്ടാണ് പോകണ്ട അല്ലേ? അല്ലെങ്കിൽ നമ്മളെ പുതിയാപ്പിളന്റെ ആശിച്ച് പുതിയാപ്പിളിന്റെ കൂടെ പോവാം. എന്റെ പുതിയാപ്പിളിന്റെ കൂടെ എനിക്ക് അള്ളാനെ ഹറമുക്കാൻ പോകണം, നല്ലതാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹത്തോടെ നമ്മൾ പോവായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒന്നിച്ച് ഇതേ സ്നേഹത്തോടെ ഇരിക്കണമെങ്കിൽ അവിടുന്ന് ഇതേ സ്നേഹത്തോടെ ഇരിക്കണമെങ്കിൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാസ്പോർട്ട് കൊടുക്കുമ്പോഴേ അവിടെ എന്ത് ചെയ്യണം, അവനാണ് പെണ്ണിന്റെ പാസ്പോർട്ട് ഒന്നിച്ച് കൊടുക്കണം. അത് മറന്നു കഴിഞ്ഞാല് പിന്നെ എന്നിട്ട് ഉസ്താദ് എന്റെ സീറ്റ് അവിടെ, എന്റെ പ്രിയുവിന്റെ സീറ്റ് ഇവിടെ പറഞ്ഞാൽ എന്ത് ചെയ്യാ ഞാന്? മനസ്സിലായില്ലേ? അത് പ്രത്യേകം ഇൻഷാ അവിടുന്ന് ഓർമ്മിപ്പിക്കും. ഞാൻ പറഞ്ഞത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കും ഞങ്ങൾ ഒരുമിച്ചല്ലേ തന്നത്, ഇവിടെ അല്ല ഇതിന്റെ കാര്യം കിടക്കുക അവിടെയാണ് തന്നത്, നമ്മൾ ഒരുമിച്ചാണ്. പക്ഷെ നമുക്ക് എന്താണ്, ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്താലേ അവരെന്ത് ചെയ്യുള്ളൂ, സീറ്റ് ആ രൂപത്തിലേക്ക് ആക്കുള്ളൂ. അത് ശ്രദ്ധ എല്ലാവരും ഓർമ്മയുണ്ടാവണേ. അങ്ങനെ നമ്മളെല്ലാവരും ബോർഡിങ്ങിൽ, അതാണ് ബോർഡിങ്. നമ്മുടെ പേരിൽ സീറ്റ് വരും, ആ സീറ്റ് നമ്പർ ഉണ്ടാവും, 45, 46 എല്ലാം ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ പോയി ഇരിക്കേണ്ടി വരാം. അങ്ങനെ ബോർഡിങ്ങിന് എത്തുന്നതോടെ നമ്മൾ ലഗേജ് ഒക്കെ അവിടെ കയറ്റി കൊടുത്താം. ലഗേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വിശദീകരിച്ച് വേറെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നേരെ പോയി ഒരു ഉംറ ചെയ്ത് പോരാം അല്ലേ? അല്ലത് ഒരു ഉംറ ചെയ്ത് വരുമ്പോൾ ഒരു വേറെ തന്നെ വൈബായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ ഇപ്പൊ നിലവിൽ എന്തായി, ഇപ്പൊ എല്ലാവരും ഉള്ളത് എവിടെ? ആരെയും വീട്ടിൽ നിന്ന് ഇറങ്ങാത്തുണ്ടോ? എയർപോർട്ട് ഉള്ളിൽ കയറാത്തുണ്ടോ? പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല ഇങ്ങോട്ടോ. ഞാൻ അങ്ങോട്ട് പോയാൽ അതെന്ത് ചെയ്യാ, കയറില്ലേ? അപ്പൊ എല്ലാവരും കയറി കേട്ടാ, ഞാനും പുറത്ത് കരുതി, എല്ലാവരും കയറി. ബോർഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ബോർഡിങ് കഴിഞ്ഞാൽ പിന്നെ എമിഗ്രേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞാൽ രാജ്യം വിടുന്നതാണ്. അതായത് നമ്മൾ വിസയും കാണിച്ചു കൊടുക്കുക. ഞാനൊരു വീഡിയോ ഉണ്ട് ഇൻഷാ അല്ലാഹ്, കഴിയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഇട്ടുണ്ട്. ആ രൂപം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റ് ഒന്നും കൂടി മനസ്സിലാവും. ഇപ്പൊ പറയുമ്പോൾ ഒരു മായാലോകമായിരിക്കും, പോയി പരിചയമുള്ളൊരു കുഴപ്പമില്ല, അല്ലാത്തവർക്ക്. ഏതായാലും നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഒന്നിച്ച് പോകണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബമായിട്ട് തന്നെ പോകണം. എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം എന്താ പറയുക, ഇവിടെ നമ്മൾ കുടുംബമായി പോയില്ലേ ഒരു ഉസ്താദേ ഉണ്ടാവുള്ളൂ അല്ലെ, മുദീർ ഒരാളെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഉമ്മ അങ്ങോട്ട് ബാത്റൂമിൽ പോയി, ഒരു ഉമ്മ ഇങ്ങോട്ട് ടോയ്ലറ്റ് പോയി, ഒരു ഉപ്പ അങ്ങോട്ടും പോയി, ബാക്കിയുള്ള നേരെ മറ്റേ എമിഗ്രേഷനും പോയി. ഞാൻ ആരെ കൂടെ നിൽക്കാം? ആരെ കൂടെ നിൽക്കാം? എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇതേപോലെ അനുഭവം ഉണ്ട്. അതായത് നമ്മൾ ഇതേ പോകുന്ന സമയത്ത് ഒരു ടീം എമിഗ്രേഷൻ കയറിയ പിന്നെ ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. അവിടുന്ന് പിന്നെ എന്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരാനില്ല. അപ്പൊ ഞാനെന്ത്, നമ്മളിതേപോലെ എല്ലാ ടീമിനെയും കൊണ്ടുപോയി. ഒരു ഉമ്മ ബാക്കിലായി. ബാക്കിലായതിന് മെയിൻ കാരണം അന്നൊരു ഇൻഡിഗോ ഫ്ലൈറ്റ്, അതിന്റെ ആ ഉമ്മക്ക് വീൽ ചെയർ ആയതുകൊണ്ട് ഫ്ലൈറ്റിന്റെ ആൾക്കാർ ഉന്താന്ന് പറഞ്ഞു. പക്ഷെ ആ ഉമ്മാനത്ത് പിന്നെ വേറെ രോഗം ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു, അവർ കയറ്റി വിട്ടില്ല.
നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? എമിഗ്രേഷൻ വിട്ടാൽ പിന്നെ ഇങ്ങോട്ട് വിടൂലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ചുണ്ടാവാം ട്ടാ. എന്ത് ബാത്റൂമോ ആണ് എന്തിനെ ഒന്ന് പറഞ്ഞാൽ പറഞ്ഞ് നമുക്ക് പോവാം ട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല സൗഹൃദത്തിൽ പോയി തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എമിഗ്രേഷൻ കഴിയുന്നു. എമിഗ്രേഷൻ കഴിഞ്ഞാൽ നേരെ അവിടെ നിസ്കാര റൂമുണ്ട്, നിസ്കരിക്കാനുള്ള റൂം കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ കയറി കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ നമ്മളുള്ളത് എല്ലാവരും ഇഹ്റാമിന് മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചില്ല. നിസ്കരിച്ചോ? ഇല്ലല്ലോ. എപ്പൊ നിസ്കരിച്ച്? മാനിക്കല്ല, അത് കുളിന്റെ അല്ല, യാത്രന്റെ അല്ലേ. ഇഹ്റാമിന് വേറെ ഒക്കെ ഒപ്പം നിസ്കരിക്കണ്ട, അത് അവിടെ നിസ്കരിക്കാൻ നമുക്ക് കേട്ടാ. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് നേരെ ഇഹ്റാമിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് കേൾക്കാൻ വേണ്ടി എയർപോർട്ടിൽ പള്ളി ഉണ്ടാവും, സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ. ആ പള്ളിയിൽ കയറുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ നമുക്ക് കയ്യിൽ എന്തൊക്കെ ഉണ്ട്? പാസ്പോർട്ട് ഉണ്ട്, വിസ ഉണ്ട്, ഇന്ത്യൻ മണി, കുറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കയ്യിലുണ്ടാവില്ലേ. ഇതെല്ലാം കൂടി നമ്മള് ഇത് എയർപോർട്ടല്ലേ, നമ്മൾ ഉംറക്കല്ലേ, ഇവിടെ എല്ലാവരും സംശുദ്ധരായി വെച്ചിട്ട് നമ്മളിങ്ങനെ പുറത്ത് വെച്ചിട്ട്, ഇവിടെ കൊള്ളമാരുണ്ടല്ലേ, പുറത്ത് വെച്ച് നമ്മൾ അകത്ത് പോയി തിരിച്ചു വരുമ്പോ ഒന്നും കാണൂല. മനസ്സിലായില്ലേ? ഏത് എയർപോർട്ട് ആണെങ്കിലും പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് വരെ കള്ളത്തരങ്ങള് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ പാസ്പോർട്ടും കാര്യം നമ്മൾ നല്ല ശ്രദ്ധിക്കാം. ഓക്കെ, ആ കാര്യം എല്ലാവരും മനസ്സിലുണ്ടാവണ്ട. അത് നമ്മളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പോയി എല്ലാവരും ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഞാൻ അവിടുത്തെ പറഞ്ഞൊരു കേട്ടാ, ഇത്രേ ഉള്ളൂ. ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. എല്ലാവരും നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന പരിശുദ്ധമായ ഉംറ, ആ ഉംറയിലേക്കുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് എന്താണ്? ഉംറക്ക് 5 കാര്യങ്ങളുള്ള 5 ഷർത്തുകൾ. 1 നിയ്യത്ത്, തവാഫ്, സഅയ്, തഹല്ലുല്, തർത്തീബ്. അതിന്റെ പ്രധാനപ്പെട്ടതായ നിയ്യത്ത്, അതായത് ഇഹ്റാം ചെയ്യൽ എന്നുള്ള കർമ്മമാണ് നടക്കാൻ പോകുന്നിട്ടാ. അപ്പൊ ഇഹ്റാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവില്ല ഇതുപോലെ വസ്ത്രത്തിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുരുഷന്മാരെല്ലാവരും 2 തുണികൾ മാത്രം, വെള്ള 2 തുണികൾ മാത്രം ഉപയോഗിക്കാവൂ. പിന്നെ എന്ന് പറഞ്ഞാല് 2 തുണികൾ, ഇവിടെ തുണിയില്ലേന്നാ ഹബീബി, ആ കവർ വെള്ള തുണി. അദ്ദേഹം ചോദിച്ച പോയിന്റ് നമ്മളിപ്പോ ഇപ്പം പറയാം, ഞങ്ങൾ പറഞ്ഞ ശരിയാണ്. ഓക്കെ, ആയി തോന്നുന്നത് സംഗതി എന്താ അറിയോ, നമ്മള് ജിദ്ദ വഴി പോകുമ്പോഴാണ് കരിപ്പൂരിന്ന് ചേരിട്ടാ. നിങ്ങൾ എല്ലാവരും ഓക്കെ പറയില്ലേ, ഇടയ്ക്കും ചോദിച്ചോളിങ്ങോട്ടേ. ദമാം വഴി പോകുമ്പോൾ നമ്മൾ പോകുന്നത് ത്വായിഫിൽ നിന്നാണ് ഇഹ്റാം ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇഹ്റാം ഇല്ല. ഇവിടെ സാധാ പോലെ നമ്മൾ യാത്രക്കാരൻ ഇതേപോലെ എല്ലാവരും യാത്രക്കാർക്ക് കുറച്ച് ദൂരം ഓടാണ്ടല്ലോ നമുക്ക്. നമ്മൾ നേരെ ഇഹ്റാം ചെയ്യുന്നില്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുവരെ പറഞ്ഞൊക്കെ എല്ലാവരും മാറ്റി നിർത്തൂ എടാ, ഞാനും വേഗം പോയി നിശ്ചയിക്കാൻ നിൽക്കണ്ട ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന് അവിടുത്തെ ഓർമ്മയുണ്ടാവും. എന്നാലും അദ്ദേഹം പറഞ്ഞ ശരിയാണ്, ആ പറഞ്ഞ ഫ്ലോയിൽ അങ്ങനെ വിട്ടുപോയതാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ പോവാണ് എവിടേക്കാ? ദമാമിലേക്ക് അല്ലേ. അപ്പൊ ദമാമിലേക്ക് ശരാശരി 5-6 മണിക്കൂർ യാത്രയുള്ളത്. ശരാശരിയാ പറയുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം ട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഡിലേ വരും. ഇപ്പൊ കഴിഞ്ഞൊരു യാത്രയെ ഫ്ലൈറ്റ് ഡിലേ വന്നു, അങ്ങനെ 1.5 മണിക്കൂറൊക്കെ ഡിലേ വന്നിട്ടൊക്കെ ഇറങ്ങി. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചേക്കാം. നമ്മൾ ദമാം എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയം ശരാശരി രാത്രി ഒരു 11-12 മണിയാവും ഇറങ്ങുന്ന സമയം. ഓക്കെ, ഇവിടുന്ന് 8:20 നമ്മൾ ഫ്ലൈറ്റ് കയറും. ടൈമിംഗ് അല്ല ഞാൻ എഴുതി ഗ്രൂപ്പിൽ അയക്കൂട്ടാ. അപ്പൊ ഇനി ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുമ്പോൾ ആരും പ്രശ്നമാക്കണ്ട. ഞാൻ ഗ്രൂപ്പിൽ ഇന്ന ടൈം ഇനി ഓരോന്ന് ടൈമായിട്ടൊന്ന് എഴുതി തരണ്ട കേട്ടാ. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും എവിടെ എത്തി? ദമാമില് ആരെയും ഫ്ലൈറ്റ് കയറാത്തുണ്ടോ? എല്ലാരും കയറി. ഓക്കെ, നമ്മളെല്ലാവരും ഇപ്പൊ ദമാം എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ബസ് അവിടെ കാത്തുക്കുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മൾ രാത്രി 12 മണി 11 മണിയൊക്കെ മഴ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 1 മണി സമയമാവും. നമ്മൾ നേരെ ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറി നമ്മൾ നേരെ പോകുന്നു പരിശുദ്ധമായ മക്കയിലേക്ക്. ആരോ എന്നൊന്നല്ല ചോദിച്ചതിനോട് ആദ്യം മക്കയാണോ മദീനയാണോ? മദീനയിലേക്ക് ആദ്യമായി പോയി കഴിഞ്ഞാലുള്ള വിഷയം പറഞ്ഞുതരാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കഴിഞ്ഞ ഒരു ഉംറ ദമാം വഴി പോകുമ്പോൾ ആദ്യം മദീനയിലേക്കാണ് പോലെ. മദീനയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു അമല് മദീന സിയാറയാണ് അല്ലെ, മക്കയാണ് അമല്. നമ്മൾ ഈ ആരോഗ്യത്തിന്റെ അവസ്ഥ നമുക്ക് നാളെ എങ്ങനെ പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? അപ്പൊ മക്കയിലേക്ക് ആദ്യം പോയാൽ നമുക്ക് ഉള്ള ആരോഗ്യം നമുക്ക് നല്ല വേഗം എന്ത് ചെയ്യാം, ഉംറ തീർക്കാൻ കഴിയുള്ളൂ. അപ്പൊ മദീനയിൽ ആദ്യം പോയി മക്കയിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ഷീണിച്ചു കഴിഞ്ഞാൽ അമലിന് കാര്യമായ കോട്ടം പറ്റും. സിയാറത്തിന് പ്രശ്നമില്ല, മനസ്സിലായില്ല? അതുകൊണ്ട് നമ്മൾ നേരെ മക്കയിലേക്കാണ് പോവാം. ശരാശരി 15 കൃത്യസമയം പറയണേ 12-13 മണിക്കൂറേ യാത്ര ഉള്ളൂ.
പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ രാത്രി ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ സുബഹി നിശ്ചയിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് നിർത്തും. അവിടെ നിങ്ങൾക്ക് അറിയാലോ ഹലാൽ ഉണ്ടാവും, എല്ലാവർക്കും അത് പോകാൻ എല്ലാം കഴിയും. 1 മണിക്കൂർ അവിടെ പോയി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പോവാണ്. കാരണം സുബഹി അല്ല സമയം, നമുക്ക് നാസ്ത കഴിക്കാനായില്ലല്ലോ. വീണ്ടും പോകുന്ന വഴിയിൽ നമ്മൾ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ശരാശരി നമ്മളൊന്ന് നാസ്ത കഴിക്കും. എന്തായാലും 1 മണിക്കൂർ. കാരണം നാസ്ത കഴിച്ച് ബാത്റൂമിൽ പോകാനെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം കഴിയുമ്പോൾ 1 മണിക്കൂർ അങ്ങനെയും പോയി. അത് കഴിഞ്ഞ് പോകുന്ന വഴിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഉച്ചഭക്ഷണം ഉണ്ടാവാം. ആ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ എന്തായി, വീണ്ടും 1 മണിക്കൂർ പോയി. ഇങ്ങനെയാണ് എന്ത് 15-16 മണിക്കൂർ ശരാശരി യാത്ര ഉണ്ടാവും പറയുന്നത്. ബസ്സും കാര്യങ്ങളും നല്ല സൗകര്യമുള്ള ബസ്സായിരിക്കും ഉണ്ടാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ദമാമ യാത്ര എൻ്റെ ഓർമ്മയിൽ വന്നവരാരും ഗതികെട്ട് പോയി എന്നോ പറഞ്ഞില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനുള്ള അള്ളാനെ ഇറങ്ങുമ്പോൾ ഉള്ളല്ലോ പറഞ്ഞു നമുക്ക്. അതാണ് നമ്മൾ പിന്നെ അതിനെന്താ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നല്ല അതാണെന്ന് പറയാൻ കാരണം. അപ്പൊ ഏതായാലും നമ്മൾ നേരെ പോയി നമ്മൾ ഇന്ന് രാത്രി 1 മണിക്ക് നമ്മൾ ബസ് കയറിയാൽ നാളെ ഏകദേശം വൈകുന്നേരം 4 മണിയോടെ ശരാശരി നമ്മൾ എവിടെ തോയിഫിലെത്തും. അപ്പൊ ഇതുവരെ നമ്മൾ എന്താ അറിയോ, നമ്മൾ സാധാരണ പോലെ വസ്ത്രത്തിലാണ് കേട്ടോ. അപ്പൊ ആ തോയിഫ് എത്തുമ്പോൾ നമ്മൾ അവിടുന്ന് ഇഹ്റാം ചെയ്യും. ഇനി ഒറ്റ കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാവരും തോയിഫ് വരെ നമ്മൾ മനസ്സിലെ ഇനി ദമാം ടു മക്കയിലേക്കുള്ള യാത്രനെ കുറിച്ച് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട്, ഈ യാത്രയിൽ നമുക്ക് ആർക്കും ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല, ശരിയല്ലേ? നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ നമുക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. അതിനു വേണ്ടി നമ്മൾ നല്ല ദിക്റുകള്, മൗലിദിന്റെ കിതാബുകള്, മൊബൈലിൽ കുറെ വഴുത് കയറ്റിച്ചോളി, വെറുതെ കേൾക്കാലോ, നല്ല നല്ല മദ്ഹ സോങ്ങുകൾ കയറ്റിച്ചോളി. പിന്നെ നമുക്ക് ചൊല്ലാനും പറയാൻ വേറെ ചെല്ല, നമുക്ക് കൗണ്ടറും കാര്യങ്ങളും കയ്യിലുണ്ടെങ്കിൽ സൂറത്ത് ഇഖ്ലാസ് അധികരിപ്പിക്കാലോ, നമുക്ക് അവിടുത്തെ ഇഷ്ടംപോലെ അധികരിപ്പിക്കാലോ കേട്ടോ. ആ സമയം ഞാൻ പറഞ്ഞത്, നമ്മൾ നെറ്റ്വർക്ക് എന്തായാലും ഉണ്ടാവില്ല, നെറ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് പിന്നെ ആ സമയം ചെലവഴിക്കാൻ അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ആ സമയം നമ്മൾ അങ്ങനെ വിനിയോഗിക്കാം. അങ്ങനെ എല്ലാവരും പോയി നേരെ തോയിഫിലെത്തിയാൽ ഏകദേശം വൈകുന്നേരം. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ കൂടെയുള്ള യാത്രക്കാൾ ഉന്മേഷം പോലെ ചിലപ്പോൾ ഉച്ചക്കെത്തും, ചിലപ്പോൾ മഗ്‌രിബ് കഴിയും. കാരണം ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തും നമുക്ക് വരുന്ന വെയിറ്റിംഗ് അനുസരിച്ചുണ്ടാവും. നമ്മൾ തോയിഫിലെത്തി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളെല്ലാവരും ഫ്രഷ് ആവുന്നു. ഫ്രഷ് ആവാൻ കുളിക്കുന്നില്ല, കുളിക്കേണ്ടവർ കുളിക്കാം, സൗകര്യമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം അത് കഴിഞ്ഞ് മക്കയിലെത്തി നമുക്ക് റൂമായി, ഒരു തോയിഫിൽ നിന്ന് 1 മണിക്കൂറുള്ളൂ മക്കയിലേക്ക്. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞാൽ റൂമിലെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫ്രഷ് ആവുമല്ലോ. ഇഹ്റാം ചെയ്യുന്നു തോയിഫില്. തോയിഫ് എന്ന് പറഞ്ഞാൽ ഖർനുൽ മനാസിൽ അസ്സൈറുൽ കബീർ, നജ്ദുകാർക്ക് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിശ്ചയിച്ചു കൊടുത്ത ഒരു മീഖാത്താണ് തോയിഫ് എന്നുള്ളത്. അപ്പൊ ഇന്ത്യക്കാരുടെ മീഖാത്ത് യലംലം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ യലംലം വഴിയല്ല, നമ്മൾ ജിദ്ദയ്ക്ക് പോകുമ്പോഴാണ് യലംലം കടക്കുക. ഇത് നമ്മൾ നേരെ ദമാമിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തോയിഫിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇഹ്റാം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്ദുകാർക്ക് പറഞ്ഞു കൊടുത്ത തോയിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടുന്ന് നമ്മൾ ഇഹ്റാം ചെയ്യുന്നു. അപ്പൊ ഇഹ്റാം ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിടത്തേക്ക് എത്തി അല്ലെ. ഇനി എല്ലാവരും പുരുഷന്മാരെല്ലാവരും 2 വസ്ത്രം മാത്രം ധരിക്കുന്നു, അടിവസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല, ആകെ 2 തുണികൾ മാത്രം. അപ്പൊ 2 തുണികൾ മാത്രമേ പിന്നീട് നമുക്ക് ധരിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഈ 2 തുണികൾ മാത്രം. അപ്പോ നമ്മൾ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക, പിന്നെ ഒരു തുണിയും ഈ രൂപത്തിലായിരിക്കും നമ്മൾ എല്ലാവരും ഉണ്ടാവുക. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇന്നറായിട്ട് ഒന്നും ധരിക്കാൻ പാടില്ല, അതോടെ ഉപയോഗിച്ച എല്ലാ വസ്ത്രങ്ങളും മാറ്റണം. അപ്പൊ ഇനി നമ്മളെല്ലാവരും ഉംറക്കുള്ള ഇഹ്റാം ചെയ്യാൻ പോവാണ്. ഇഹ്റാമിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, എല്ലാം കഴിഞ്ഞുട്ടാ. ഇനി ഞാൻ വെക്കുന്നത് പോലെ എന്റെ കൂടെ എല്ലാവരും ഒന്ന് നിയ്യത്ത് വെക്കിട്ടാ. കൂടെ വെക്കുന്ന ഒരു പരിചയം നല്ലതല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെയല്ല ഇനി അങ്ങോട്ട്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലിമിറ്റേഷൻ വരികയാ. നമ്മൾ പരിശുദ്ധമായ ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നതോടെ അള്ളാന്റെ അതിഥിയായിക്കൊണ്ട് ഇനി അല്പനേരം കൂടെ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ എത്താനിരിക്കാം. എല്ലാവരും മനസ്സിപ്പെടുത്തി തോയപ്പത്തില്ലേ? ഇനി എല്ലാവരും ഇഹ്റാം ചെയ്തില്ലേ? ഇനി നമ്മൾ എല്ലാവരും മനസ്സ് പ്രത്യേകം ശ്രദ്ധിക്കാം.
അത് ഈ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും പറ്റൂല എന്നാ പറയുന്നത് കേട്ടാ. അപ്പൊ ഇഹ്റാം ചെയ്ത് കഴിയുന്നതോടെ നമുക്ക് ഇനി പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യമായി പറയാം. പൊതുവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുവരെ നമുക്ക് ഉപയോഗിക്കാം. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ പോലാത്തത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എണ്ണ ഉണ്ടാവും, അത് കുഴപ്പമില്ല, കഴിക്കാം, ഉപയോഗിക്കാൻ പാടില്ല. ഏതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിലെന്താ അല്പം എണ്ണ വന്നു. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന താടിയൊക്കെ ഒന്ന് ഉഷാറാക്കും. അപ്പൊ താടിമ തേക്കാൻ പാടില്ല. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പുരുഷന്മാർ തുന്നിക്കൂട്ടപ്പെട്ട വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഉംറ കഴിയുന്നവരെ ഈ ഒരു തുണിയെ പറ്റുള്ളൂ. അത് ഈ ഉംറ കഴിയുന്നവരെ ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണെന്ന് പറയണേ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാല് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പ് മുമ്പും, അതായത് തള്ളവിരലും മടമ്പും ഒരുപോലെ മറയുന്ന, ഉദാഹരണം പറഞ്ഞാൽ ഷൂസ്, അങ്ങനെയുള്ളത് ധരിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ശരീരത്തിൽ നിന്ന് ഒരു മുടി പോലും പോരാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോരാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്. അതുപോലെ തന്നെ നഖങ്ങൾ മുറിഞ്ഞു പോരാൻ പാടില്ല. ചിലർക്ക് വീക്ക്നെസ് ഉണ്ടാവും, നഖം ഇങ്ങനെ കടിക്കണം. അപ്പൊ ആ വീക്ക്നെസ് നമ്മൾ എന്ത് ചെയ്യണം, കരിപ്പൂർ എയർപോർട്ടിൽ വെച്ചിട്ട് പോകണം. മറ്റേ നമ്മൾ കുടുങ്ങി പോകും, അവിടുന്ന് അറിയാതെ കടിച്ച് നഖം വന്ന് പോന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യണം, നമ്മൾ ഫിദിയ കൊടുക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ ഹറമിലേക്ക് നമ്മൾ അള്ളാഹിന്റെ അതിഥിയായി കൊണ്ടാണ് നമ്മൾ ചൊല്ലാനിരിക്കുന്നത് അല്ലെ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഹ്റാമിലായിരിക്കുമ്പോ നമ്മുടെ കുടുംബ സംസാരം കണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദമാമെന്ന് മക്കയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ടപ്പോ പോക്കരും നമ്മളെ സത്താറും കൂടെ ഭയങ്കര പരിചയക്കാരായി. അപ്പൊ പിന്നെ നമ്മളത് വലിയ ബന്ധമായി. അപ്പൊ പിന്നെ പോക്കര് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാണ്, എന്തറിയോ, പിന്നെ എന്റെ മോൻ ഇങ്ങനെ ജിദ്ദേന്ന് വരുന്നുണ്ട് ഇപ്രാവശ്യം, മക്കത്തേക്ക് വരും, എന്നെ കാണാൻ വരും. അപ്പോ ഓനിപ്പോ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു കല്യാണം ശരിയാവും. അപ്പോഴാണ് നമ്മളെ ബക്കറിനെ, നമ്മളെ സത്താറിനെ ഓർമ്മത്, എനിക്കൊരു മോളുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അയൽവാസിക്ക് ഒരു മോളുണ്ടല്ലോ, നമുക്ക് അങ്ങനെ നമ്മളിപ്പോ എത്ര പരിചയപ്പെട്ടില്ലേ. അപ്പൊ നമുക്ക് എന്താ, എന്റെ ഇങ്ങനെ കുട്ടീനെ നമ്മൾ നോക്കല്ലേ, സ്വാഭാവികമായിട്ട് വരുന്ന ചർച്ചല്ലേ. ധരിച്ച ഹറാമാണ്, മനസ്സിലായല്ലേ? ഒരിക്കലും പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പാടില്ല. അതേ പുതിയനെ കാണുമ്പോൾ തിരിഞ്ഞടക്കൊന്നും വേണേട്ടാ. അവനാണ് പെണ്ണിനെ കാണുമ്പോൾ പ്രിയതമയെ വിളിച്ച് കൊണ്ടിറക്കാം. അതായത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബാക്കിയുള്ള ബന്ധങ്ങൾ പാടില്ല. ഒരിക്കൽ നമ്മൾ ഇതുപോലെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കാണ്. ജിദ്ദ എയർപോർട്ടിൽ എത്തിയ സമയത്ത്, ദമാമത് ജിദ്ദ ഏട്ടാ, ജിദ്ദ എയർപോർട്ടിൽ എത്തിയപ്പോ ഒരു താതാനെ പുതിയാപ്പിള വന്നിട്ട് എന്തായി, താതാൻ പുതിയാപ്പ ഒന്ന് കൊണ്ടുപോയി. ഉസ്താദെ ഞാൻ ഒന്ന് കൊണ്ടുപോയി, ഞാൻ കൊണ്ടുപോയി ഉസ്താദ്. സ്വാഭാവികമായിട്ട് അവനാണ് പുതിയാപ്പ വിളിച്ചല്ലേ, ആ ഉസ്താദ് ഒരു സന്മനസ് കാണിച്ച് വിട്ട് ഈ താത കരിപ്പോന്ന് ഇഹ്റാം ചെയ്തത്, മനസ്സിലായല്ലേ? എന്നിട്ട് എന്തായി, പുതിയാപ്പ വിളിച്ചപ്പോ വിട്ട്, അങ്ങനെ പുതിയാപ്പ കൊണ്ടുപോയി. കാരണം മക്കത്തൊക്കെ ഞാൻ കൊണ്ടുവരാൻ പുതിയാപ്പ പറഞ്ഞ വാക്ക്. അവന് സ്വാഭാവികമായിട്ട് പുതിയാപ്പ പറഞ്ഞല്ലേ, പറഞ്ഞതുപോലെ പാലിക്ക്. ഉസ്താദ് അടുത്ത ഷോയിലായി ആളുകളെയും കൊണ്ടുപോയി. ഉസ്താദ് അവിടെ എത്തി. ഉസ്താദ് ആളുകളെ കൊണ്ട് എന്ത് ചെയ്യും, ഉംറയും ചെയ്തെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഇങ്ങനെ ഒരു കള്ളച്ചെറിഞ്ഞിട്ട് പിന്നെയും ഒരു മന്ദം മാറുന്നതായിട്ട് ഇങ്ങനെ പുതിയാപ്പ വരാം. ഉസ്താദേ, പിന്നെ ഇന്നലെ പിന്നെ ആ എയർപോർട്ടിൽ നമ്മൾ കൊണ്ടുപോയത് ആര്, അത് എൻ്റെ ഭാര്യനെ ഞാൻ കൊണ്ടുപോയില്ലേ. ഞങ്ങൾ പിന്നെ ഇന്നലെ വരണം വിചാരിച്ചു, പിന്നെ അങ്ങനെ സമയം അങ്ങനെ മഴകി പോയി, അറിഞ്ഞില്ല, ഇത് ഇന്നായി എന്ന് പറഞ്ഞു. എന്താ ചെയ്യാ, മനസ്സിലായില്ലേ? ഉസ്താദ് ചോദിക്കാം, ഉസ്താദ് ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാ, എന്താ ചെയ്യാനുള്ളത്, ഇതുവരെ നിങ്ങളല്ലേ ചെയ്ത്. ബാക്കിയുള്ള ഉസ്താദിന് പ്രത്യേകം പറയാനല്ലോ, പറഞ്ഞു കൊണ്ടുവരുന്നത് ഇഹ്റാമിന്റെ ഗൗരവം പറഞ്ഞത്, മനസ്സിലായില്ലേ? ആ സമയത്ത് എന്ത് ചെയ്യും, ഇഹ്റാമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംയോഗം പോലുള്ള ഒന്നും തന്നെ പാടില്ല, അതാണ് ഉദ്ദേശിച്ചത്. എന്നല്ലാതെ അവനാന്റെ പ്രിയതമനെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അള്ളാന്റെ ഹറമിലെ ഒരു സംഗതികളും, അതായത് ഒരു ഇല പോലും നമ്മളെ പ്രവർത്തനം കൊണ്ട് മുറിയാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാന്റെ ഹറമിൽ ഒരാളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്സാരമല്ല പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ നമ്മൾ മക്കയിൽ റൂമിലെത്തി നമ്മൾ വേഗം പോയി എന്ത് ചെയ്യും, അത് കുളിക്കാൻ മുട്ടിണ്ടാവല്ലോ, നമുക്ക് മുട്ടൂലേ, മുട്ടുന്നില്ലേ? കുളിക്കാൻ മുട്ടും. അപ്പൊ എന്താ ചെയ്യും, നമ്മള് വേഗം പോയി ഒന്ന് ഫ്രഷ് ആകും. കാരണം ഇന്നലെ നാട്ടിൽ നിന്ന് പോകുന്നല്ലേ, വേഗം പോയി കുളിക്കും. കുളിക്കാൻ കുഴപ്പമില്ല, പക്ഷെ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യമൊക്കെ. ഇനി അവിടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, മറ്റോ കുളിക്കാൻ നിൽക്കല്ലേ, അപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് കിടക്കട്ടെ, അത്യാവശ്യം ക്ഷീണമുണ്ട്, അപ്പൊ കിടക്കണ കുഴപ്പമില്ല, തല മറക്കാൻ പാടില്ല,
മനസ്സിലായി കിടക്കുമ്പോഴല്ലേ നമ്മൾ പുതപ്പ് 9 കരിപ്പൂരിന്ന് ഇഹ്റാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് മക്കത്തേക്ക് പോവാ ജിദ്ദ വഴി. അങ്ങനെ കുറച്ച് ഞാൻ ഇരുട്ടായപ്പോൾ ഫ്ലൈറ്റിൽ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, തണുപ്പുണ്ട്. നമ്മളിങ്ങനെ നടന്നു നോക്കുമ്പോണ്ട് ഓരോരുത്തരും ഇങ്ങനെ തലക്കെ മറിച്ച് ഉഷാറാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതായത് ആ സീറ്റ് മേലെ. അപ്പൊ എന്താ സംഭവം, ഈ എസിന്റെ തണുപ്പടിച്ചിട്ടേ ആ സാധു ചെയ്തത് എസിന്റെ തണുപ്പാണ്, പക്ഷേ ഒരിക്കലും പാടില്ല, തനിച്ച ഹറാമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കൂടെ മുമ്പ് വന്നൊരു അസംകുട്ടിയൊക്കെയാണ് ഇരിക്കണ്ട്, ഏതോ ഒരു ഇക്കാണ്. കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് അസംകുട്ടിയൊക്കെയല്ല, ഒരു ഉദാഹരണ പേരാണ്. ഏതായാലും നമ്മൾ അസംകുട്ടിയൊക്കെ എന്തായി, ഞാൻ പറഞ്ഞിരുന്നു ഇഹ്റാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ 2 വസ്ത്രമേ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഇഹ്റാം ചെയ്ത് ജിദ്ദ വഴിയാ പോകുന്നത്. അങ്ങനെ ജിദ്ദ വഴി പോകുമ്പോൾ എല്ലാവരും മറ്റേ ബോർഡിങ്ങിന് അവിടെ എയർ ഹോസ്റ്റസിന്റെ അവിടെ നിന്ന് എല്ലാവരും ആ ടിക്കറ്റൊക്കെ ബോർഡിങ് മുറിച്ചു കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ അസംകുട്ടിയേക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു മുഴ കാണുന്നു, ഈ സൈഡില് ഇവിടെ. അപ്പൊ നമ്മൾ എന്താ അല്ല ക്യൂ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഞാൻ മുഴ കണ്ട്. എല്ലാ അസംകുട്ടിക്ക് ഇതെന്താ സംഭവം, ഉസ്താദെ ഈ പാസ്പോർട്ട് എല്ലാം കൂടി വെക്കാൻ സ്ഥലം വേണ്ടേ, ഞാൻ എന്റെ ടൗസർ വെച്ചിട്ടുണ്ട്. അല്ല അസംകുട്ടി ടൗസർ പറ്റൂല, പടച്ചോനെന്റെ റബ്ബേ ഒറ്റ ഓരോ മനസ്സിലായല്ലേ? ആ ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യില്ല, ഇടംബലം ചിന്തിക്കൂല. കാരണം എന്തോ ഒരു സംഭവിച്ചു പോയി വെച്ചിട്ട് പറഞ്ഞുകൊണ്ടെന്താ അതിന് നിൽക്കണ്ട, ആദ്യമായി നമ്മൾ എന്താ തയ്യാറായതല്ലോ. നിങ്ങൾക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെ അവിടെ നിന്നല്ലേ മാറണത്, ഇത് ഇവിടുന്ന് കയറുമ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടാവല്. അങ്ങെന്തായി അന്നത്തെ ഒരു യാത്ര മുഴുവൻ അസംകുട്ടിയാക്കി നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടുവന്നത് അങ്ങനത്തെ ഒരു സംഗതിക്കും നമ്മളായിട്ട് തയ്യാറാവണ്ട. മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ ഉംറക്കുണ്ടാണ് റൂമിലെത്തി എല്ലാവരും ഫുഡ് കഴിക്കാൻ വരികയാണ്. അപ്പൊ ഉണ്ട് ഇഹ്റാമിലെ റൂമിൽ പിന്നെ ഒരു അടിപൊളി ഇൻസ്റ്റയുടെ ഒരു സ്റ്റാൻഡേർഡിൽ വന്നത്. അദ്ദേഹം നല്ല പ്രൊഫഷണൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളതാണ്, പക്ഷെ ഇഹ്റാമിൽ പ്രൊഫഷണൽ പറ്റുമല്ലോ. അദ്ദേഹം സെറ്റപ്പായി വന്നിരിക്കുന്നത്. അല്ല ഹബീബിങ്ങൾ ഇഹ്റാമല്ലേ, പടച്ചോൻ ഉസ്താദ് ഞാൻ മറന്നുപോയി സാധു, പിന്നെ ചോറിനടുത്ത് നീച്ചു പോവാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവട്ടാ. അള്ളാഹു കാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ മക്കയിലേക്ക് എത്തി. ഓക്കെ, നമ്മൾ മനസ്സോട് മക്കയിലേക്ക് എത്തണ്ട. ഇപ്പൊ നമ്മൾ ഉംറയ്ക്ക് കടന്നില്ല, നിലവിൽ നമ്മൾ ഇഹ്റാമിലാണല്ലേ കേട്ടാ. ഇനി നമ്മൾ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ നമുക്ക് റൂം കിട്ടും. ഓക്കെ, റൂം കിട്ടും. അപ്പൊ ഇനി നിലവിൽ ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞതാണ്, ഈ ടാഗ് എല്ലാവരും കഴുത്തില്ലേ, ആരും ഊരിച്ചോ, ഊരരുതിട്ട് ഞങ്ങൾ ഊരി എവിടെയും കുടുങ്ങിയാൽ പിന്നെ കുടുങ്ങാൻ നമ്മളാണ്. കാരണം ഞങ്ങൾ ഒരു ഉംറ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ക്ഷീണിച്ചു വന്ന് പഠിച്ചോനെ, നിങ്ങളെ പോലെ ക്ഷീണം വിനീതനക്കും ഉണ്ടാവില്ലേ, അങ്ങനെ കിടക്കാതെ നിൽക്കാൻ പറ്റാൻ ഒരു പുതിയാപ്പിള വന്നിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഉസ്താദേ എന്റെ പുതിയാപ്പിള കാണാമല്ലോ ഉസ്താദേ, എന്ത് ചെയ്യാനാ, എവിടെ പോയി നട്ടപ്പോ അത് തിരഞ്ഞെടുക്കാൻ പറ്റുമോ, ഫസ്റ്റ് ചീസൊക്കെ കൈ വിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോ ചിലപ്പോൾ ഉണ്ടാവില്ല എന്താ പറയുക, തവാഫിലൊക്കെ ഏതെങ്കിലും പുതിയാപ്പിളെ കാണാതോ പലപ്പോഴും അനുഭവമാണ്. അപ്പോ നമ്മൾക്ക് അവിടുത്തെ സാഹചര്യം അറിയാം, ഒരാൾ കാണാതായാൽ കുറച്ചു നേരം കാണാം, പിന്നെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങോട്ട് എത്തും, അതതിൻ്റെ പതിവ് അങ്ങനെയാണ്. അങ്ങനെ തവാഫിന്റെ ഇടയിൽ വന്നിട്ട് പറയും, ഉസ്താദ് എന്റെ പുതിയാപ്പിളെ കാണാനില്ല, സാരല്ല ഉമ്മ വിഷമിക്കണ്ട, ഉമ്മ കൂടെ തവാഫ് ചെയ്യും. അപ്പൊ കുഴപ്പമില്ല, ആ ഉമ്മ നല്ല അങ്ങനെ തവാഫ് ചെയ്യും. പിന്നെ സയ്യിക്കിനെ പോകും, ഉമ്മാനെ ഹൃദയം ഇങ്ങനെ വേദനിക്കാം, സഹധർമ്മണൻ എവിടെ പോയിന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ സയ്യിന്റെ ഇടയിൽ അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവും, പിന്നെ ആ ഉമ്മാനെ പാവത്തിന് കണ്ണിനീരിങ്ങ ഉറ്റാൻ തുടങ്ങും. മനസ്സിലായില്ലേ? പലപ്പോഴും ഉണ്ടായ അനുഭവം. എന്തേ കാരണം, അവനാനെ പുതിയാപ്പിളെ കാണാൻ വിഷമം ഉണ്ടാവില്ലേ. പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചാല് അപ്പോഴൊക്കെ ഈ സംഗതിയാണ് നമ്മളെ മെയിൻ ഉപയോഗം കേട്ടാ. എവിടെ കുടുങ്ങിയാലും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്താ ചെയ്യും, ഹോട്ടലിന്റെ കാർഡ് നമുക്ക് തരും. ഓക്കെ, ഈ ഹോട്ടലിൽ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻറ്റാണ് പറയുന്നത്. ഇത് നിലവിൽ പോരരുത്. ഇത് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം പരിശുദ്ധമായ ഹറമിൽ എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങി തവാഫ് ചെയ്യുന്നതിന് ഇടം കൂട്ടം വിട്ടാൽ ഓടി വരാൻ പറ്റുന്നില്ല, കാരണം ഇത് ഫുള്ള് ഫില്ലല്ല ആളുകളെ. അപ്പൊ കൂട്ടം വിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് പിന്നെ നമ്മളിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആസ്ഥാനമാവുന്ന നമ്മുടെ ഹോട്ടലിലേക്ക് എത്തണമെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപകാരം. ഇത് മേജറാണ് നമുക്ക്, മനസ്സിലായില്ലേ? ഇത് പെട്ടെന്ന് ഉദാഹരണം നമ്മൾ പുറത്തിറങ്ങി ഏതെങ്കിലും മലയാളം കണ്ട മോനെ ഞാൻ ഈ ഹോട്ടലിലാണുള്ളത്, ഇത് ഈ ഹോട്ടൽ അറിയാം, ഏത് അമീർമാർക്കാണ് ചെറിയൊരു ഐഡിയ ഉണ്ടാവും അവിടുത്തെ പരിസരത്തുള്ള ഹോട്ടലിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ നമ്പർ, ഇയാളുടെ റൂട്ട് ഉണ്ടായി ഏത് ഭാഗത്താണ്, പെട്ടെന്ന് നമ്മളെ ഹോട്ടലിലേക്ക് എത്താൻ ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എത്തുമ്പോൾ ആദ്യമായി ഇത് തരുന്നു, നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കുള്ള റൂം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് വേറെ റൂം, പുരുഷന്മാർക്ക് വേറെ റൂം, അങ്ങനെ ആയിരിക്കും ഉണ്ടാവട്ടെ. അങ്ങനെ എല്ലാവരും അവനാന്റെ റൂമിലേക്കെല്ലാം പോയി. നിലവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുളിക്കുമ്പോൾ ശ്രദ്ധിച്ചെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ചു. ഇനി ഉംറക്കിറങ്ങാട്ടാ. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇനി ഉംറക്കിറങ്ങാം. അപ്പൊ നമ്മുടെ വസ്ത്രം ഇതല്ലേ, ഇഹ്റാം വസ്ത്രമല്ലേ നിലവിലുള്ളത്. അങ്ങനെ ഇനി നമ്മൾ എല്ലാവരും പരിശുദ്ധമായ ഉംറക്കിറങ്ങാണ്.
ഒരുപാട് കാലം നമ്മൾ കൊതിച്ചിരുന്ന പരിശുദ്ധമായ കഅബാലയം, പ്രിയമുള്ളവരെ, എത്രയോ കാലം നിസ്കരിക്കാൻ തുടങ്ങി അന്നു മുതലേ നമ്മളൊക്കെ തിരിഞ്ഞ് നിസ്കരിക്കുന്നു പരിശുദ്ധ കഅബയിലേക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയോ മുത്ത് മുഅ്മിനീങ്ങൾ പരിശുദ്ധ കഅബ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയില്ലേ, അല്ലാ എനിക്ക് എന്നാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാവാന്നുള്ളത്. ഈ ഒരു അവസരത്തിലേക്കാണ് നമ്മളെല്ലാവരും എത്തുന്നത്. ആരംഭപ്പൂവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുണ്ട് കൊണ്ട് ചുംബനം വെച്ച പരിശുദ്ധ ഹജറുൽ അസ്വദുള്ള ഭാഗമാണ്. ആരംഭപ്പൂവിന്റെ കൈകൾ സ്പർശിച്ച സ്ഥലമാണ് റുക്നുൽ യമാൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. തുടങ്ങി പരിശുദ്ധമായ കഅബാലയം, നിങ്ങൾ എന്തും ചോദിച്ചോളൂ ഉത്തരമുണ്ട് എന്ന് പറയുന്നതിന് ഹെഡ് ഓഫീസിലേക്കാ നമ്മൾ ഇനി നടന്ന് നീങ്ങാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എത്തിയോ? നമുക്ക് ഉംറ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ചാടിക്കാം ട്ടാ. അവൻ കുടുക്കി ഒഴിച്ചോ? ഒഴിച്ചില്ല? എന്നാ കഴിഞ്ഞില്ല, അവരങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടല്ലേ, ഫുള്ള് വയ്ക്ക്. അപ്പൊ തവാഫ് ചെയ്യാം ട്ടാ. നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ചാടിക്ക, എന്താ ചാടിക്കത്ത് അർജന്റ്? ഓക്കെ, അപ്പൊ തവാഫ് ചെയ്യട്ടെ. നമുക്ക് തവാഫ് കുറച്ചു നേരം ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിൽ ഇതിങ്ങനെ കൊണ്ടുവരാം. നമ്മളെ മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോവുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് തവാഫ്, ആ കഅബാലയത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം? എൻ്റെ റബ്ബിന്റെ ഏറ്റവും വലിയ ഹെഡ് കേന്ദ്രമായ പരിശുദ്ധ കഅബാലയത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിലേക്കാണ് പോകുന്നത് അല്ലെ. ഇതുവരെ നമ്മളെ മനസ്സിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സത്താറായിരുന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആരായിരിക്കണം? മുഹമ്മദ് ആയിരിക്കണം. നാട്ടിൽ നിന്ന് വരുമ്പോൾ നബീസു ആയിരുന്നെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഖദീജ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉംറ ചെയ്യുന്നതോടെ നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം എന്നർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ എല്ലാവരും പരിശുദ്ധമായ കഅബാലയം കാണാൻ വേണ്ടി പോവാൻ, കഅബയിലേക്ക് പരിശുദ്ധ ഉംറ ചെയ്യാൻ വേണ്ടി പോവാൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഹോട്ടൽ കുറച്ച് ഉയർഭാഗത്തുണ്ടാവും. അങ്ങനെ നമ്മൾ വന്ന് അതായത് പരിശുദ്ധ കഅബ കുറച്ച് താഴ്വശത്തല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ദൂരെ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ കഅബയുടെ ചെറിയ ഭാഗങ്ങൾ കാണാൻ കഴിയും. പരിശുദ്ധ കഅബയുടെ ചെറിയ ഭാഗങ്ങൾ കാണാൻ കഴിയും. ഈ സമയത്ത് നമ്മൾ എന്തായി പോകരുത്? കഅബാലയത്തിന്റെ ചെറിയ ഭാഗങ്ങളിലേക്ക് നോക്കരുത്. മനസ്സിലായില്ലേ? പ്രത്യേകം നമ്മൾ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. നോക്കൽ ഹറാമൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ അതെന്തോ ഒരു പ്രത്യേക മസാലൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ആ വഴിയൊന്നും കൂടെ ക്വാളിറ്റി കൂട്ടാനുള്ള പറഞ്ഞത്. അതായത് പരിശുദ്ധമായ കഅബാലയം കൺകുളിർമ കാണുമ്പോഴുള്ള ദുആ അല്ലാഹ് തട്ടൂലാന്നാ. ഓക്കെ, അത് മനസ്സിലായില്ലേ? ആ ഈ കൺകുളിർമ കാണണ്ടേ, അല്ലാതെ അവിടെ ഇവിടെ കണ്ട മൂലയിലെ കാണുന്നത്. ആ കൺകുളിർമ കാണണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ഇവിടെ നടന്ന് നേരെ പരിശുദ്ധ കഅബയിലേക്ക് വരുന്നു. പരിശുദ്ധമായ കഅബയിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ നോക്കി നടക്കാം. അങ്ങനെ മത്വാഫ് എന്ന് തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മത്വാഫ്. മത്വാഫിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു ഇടമെത്തുന്ന സമയത്ത് ഞാൻ പറയും, ഇനി എല്ലാവരും പരിശുദ്ധമായ കഅബയിലേക്ക് നോക്കിക്കോളൂ എന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, ഏതൊരു മുത്തുമുഅ്മിനിന്റെയും ഹൃദയം അങ്ങ് പൊട്ടുന്ന നിമിഷമാണ് പരിശുദ്ധമായ കഅബാലയം കാണുന്ന സമയം. 1,00,000-ൽ പരം അമ്പിയാക്കൾ തവാഫ് ചെയ്തതല്ലേ പരിശുദ്ധമായ കഅബാലയം. ആരംഭപ്പൂവായ തങ്ങളും സ്വഹാബത്ത് നീന്തി വരെ തവാഫ് ചെയ്തിരുന്നു, ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെയുള്ള പരിശുദ്ധമായ കഅബാലയം, എന്തും ചോദിച്ചോളൂ നിങ്ങൾക്ക് ഇവിടെ ഉത്തരമുണ്ട് എന്ന് പറയുന്നതിന്റെ അവസാന ഏറ്റവും ഹെഡ് ഓഫീസിലാ പ്രിയമുള്ളവരെ നമുക്ക് എത്താൻ കഴിഞ്ഞത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ കഅബയിലേക്ക് ഒന്ന് നോക്കി നിന്നാൽ തന്നെ കൂലിയാ. അത്ര ഫضലുള്ള സ്ഥലത്തല്ലേ നമ്മൾ എത്തിയുള്ളത്. അങ്ങനെ നല്ലൊരു സ്ഥലത്തെത്തുമ്പോ ഇനി എല്ലാവരും കഅബയിലേക്ക് നോക്കിക്കോളൂ, നോക്കിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോ കൺകുളിർമയാണ് നമ്മൾ കാണേണ്ടത്. അതിനാണ് നിങ്ങളോട് അവിടെ താഴെ നോക്കി നടക്കാൻ പറയുന്നത്. കൺകുളിർമ കാണുമ്പോ നമ്മൾ ദുആ ചെയ്യുന്ന ദുആ അല്ലാഹ് തട്ടൂല എന്നാണ് മഹാന്മാരൊക്കെ നമ്മൾ പഠിപ്പിച്ച കാര്യം. അതിനുശേഷം ദുആ സ്വീകരിക്കും. പക്ഷേ ആ അവലായ ദുആ ഉണ്ടല്ലോ, അതിനൊരു ശ്രേഷ്ഠത വേറെ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? അവിടുന്ന് ആത്മാർത്ഥമായി നമുക്ക് സ്വന്തമായി ദുആ ചെയ്യാനുള്ള സമയാട്ടാ. അപ്പൊ അവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ആദ്യമായി ദുആക്കും ദുആ തട്ടൂല. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ കാര്യമായ അസുഖം ഉണ്ടാവും, പഠിച്ചോനെ നിന്നാൽ അസുഖം മാറ്റി തരണേ എന്നല്ല ദുആക്കേണ്ടത്.
മനസ്സിലായില്ലേ? അതിനൊക്കെ സമയങ്ങൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. നമ്മൾ ദുആ ചെയ്യേണ്ടതെന്താ? നമ്മുടെയൊക്കെ മഹാന്മാർ പറഞ്ഞതായി കാണാം, അവിടെ നിങ്ങൾ ഹിക്മത്പരമായ ദുആ ചെയ്യണം. അതായത്, പടച്ചവനെ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന മുഴുവൻ അമലുകളും എന്റെ ദുആകളും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ എന്നങ്ങ് ദുആ എന്ന ആമുഖം തന്നെ എന്തായി എല്ലാത്തിലേക്കുട്ടില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ പിന്നെന്തായി? പിന്നെയുള്ള ദുആ ഒക്കെ സ്വീകരിക്കാൻ കാരണമായി. കാരണം നമ്മൾ ആദ്യം ദുആ അതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധ കഅബയിലേക്ക് നമ്മൾ എല്ലാവരും ദുആ ചെയ്ത് വളരെ റാഹത്തായി സന്തോഷത്തോടെ ഇനി ഉംറ തുടങ്ങാൻ വേണ്ടി നിൽക്കാം. ഓക്കെ? ആരെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങാത്തുണ്ടോ? എല്ലാരും ഇറങ്ങിയോ? മുസ്ലിയാർ ഇറങ്ങിയില്ലേ? അയാൾ ഇറങ്ങിയ അയാളെ കൂടെ കൊണ്ടുപോയി വേണ്ട. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മൾ എല്ലാവരും പരിശുദ്ധമായ കഅബയിലേക്ക് അല്ലെ. ഇപ്പൊ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞ് ചെറിയൊരു ഐഡിയ കിട്ടിയോ? അത് മൊത്തത്തിൽ പുകട്ട പോലെ തോന്നുന്നുണ്ടോ? എന്തൊക്കെയോ അയാൾ പറഞ്ഞ് ഏക്കൊടക്കെയോ പോയി ഇല്ലല്ലോ അല്ലേ? ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാൻ അവസരം ഉണ്ട് കേട്ടോ. അല്ലാഹുവേ, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടാവും. എന്നാലും ബേസിക്കായി നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു തന്നെ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവില്ലേ എല്ലാ കാര്യത്തിനും. പക്ഷെ നമ്മളെ മനസ്സിൽ മുമ്പ് കേട്ടൊരു ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ എല്ലാവരും നമ്മുടെ ഉംറ അല്ലെ, ഉംറയുടെ ഒന്നാമത്തെ ഷർത്ത് എന്തായിരുന്നു? നിയ്യത്ത്, അതായത് ഇഹ്റാം ചെയ്യാം. നമ്മളെല്ലാവരും ചെയ്ത് അങ്ങനെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇഹ്റാം ചെയ്തത് മുതൽ തവാഫ് ചെയ്യുന്നത് വരെ ഏറ്റവും കൂടുതൽ അഫ്ളലായ കാര്യം തൽബിയത്ത് തന്നെ. അതായത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ അത് അധികരിപ്പിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത. ഓക്കെ, അപ്പൊ മനസ്സിലുണ്ടാവണ്ട. അങ്ങനെ നമ്മൾ ഈ തവാഫ് തുടങ്ങുന്നതോടെ അതിന്റെ ശ്രേഷ്ഠത കഴിഞ്ഞു, പിന്നെ അതിന് സ്കോപ്പില്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത് എവിടെ അറിയോ? നമ്മൾ എല്ലാവരും പരിശുദ്ധമായ കഅബയുടെ ഫ്രണ്ടിലാണുള്ളത്. ഇനി നമ്മൾ ആദ്യം തവാഫിനെ കുറിച്ച് ഇന്ന് ബേസിക് ആയി മനസ്സിലാക്കാം. തവാഫ് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന്, ഇതാണ് ഹജറുൽ അസ്വദ് ഇവിടെ ഉണ്ടാവുക. ഹജറുൽ അസ്വദ് ഈ കോർണറിലാണ് ഉണ്ടാവട്ടെ, ഈ കോർണറിലാണ് ഹജറുൽ അസ്വദ് ഉണ്ടാവട്ടെ. പിന്നെ അറിയുന്നല്ല, ഈ അതായത് ഈ കഅബയുടെ വാതിലിന്റെ വലതുവശം ഇതാണ് ഈ ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് തുടങ്ങി നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഒരു ചുറ്റ് പൂർത്തിയാവും. ഒരു തവാഫ് അല്ല, ഒരു ചുറ്റ്. അങ്ങനത്തെ 7 ചുറ്റുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാവാം. ഉംറയിലെ ഒരു തവാഫ് പൂർത്തിയാവാം. അപ്പോൾ അത് മനസ്സിലായി എല്ലാവർക്കും 7 ചുറ്റണം എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തവാഫേ ചിന്തിക്കാവും. ഓക്കെ, തവാഫില് നമ്മൾ തവാഫേ ചിന്തിക്കാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തവാഫ് ചെയ്യാം. ഇങ്ങനെ തവാഫ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ക്ലോക്ക് ടവർ കണ്ടു. അപ്പൊ നമ്മൾ അടുത്തുള്ള നമ്മൾ നബീസ്വ പറയാം, അങ്ങോട്ട് നോക്കടി, അത് സംഭവം അവിടെ ഇങ്ങനെ സംഭവിച്ച് ഇങ്ങനെ നമ്മളെ ചിന്ത അങ്ങനെ ക്ലോക്ക് ടവർ പോയാല് ആ തവാഫ് ക്ലോക്ക് ടവർ ഉണ്ടോ? മനസ്സിലേ? ചായ എത്തിയോ? ഈ തവാഫ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാ? വേഗം ചാടിച്ചു. നമ്മളെ ബാപ്പുട്ടിക്ക നമ്മുടെ യാത്രയുടെ പല സമയത്തും നമ്മൾ കൂടെ ഉണ്ടാവും. ഈ സ്ഥാപനം ബാപ്പുട്ടിക്കാനായിട്ടാ. അള്ളാഹു ബാപ്പുട്ടിക്കാന്റെ ജീവിതത്തിൽ ഖൈർ നൽകുമാറാവട്ടെ. നമ്മൾ ഈ സ്ഥാപനം ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇന്നലെ രാത്രി അദ്ദേഹം വന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചുരിയുമാറാവട്ടെ. ഇനിയും ഒരുപാട് തവണ അള്ളാഹിന്റെ ഹറമിലേക്ക് പോകാനും അക്കത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കാലിന് ചെറിയൊരു വേദനയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് എല്ലാം ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ മുമ്പ് ഹസൈനിൽ പല യാത്രകളും പങ്കെടുത്താളാം.